ഹായ് ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? സുഖത്തിന് പ്രത്യേകിച്ച് കുറവുകളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ഏതായാലും ആ ഉള്ള സുഖം കുറച്ചും കൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം ലൈവായിട്ട് വന്നിട്ടുള്ളത്. യൂഷ്വലി നമ്മൾ ചെയ്തു പോകാറുള്ള മറ്റേ ക്ലീഷേഡ് പരിപാടികളൊന്നും നമ്മൾ ഇപ്രാവശ്യത്തേക്ക് പ്ലാൻ ചെയ്തിട്ടില്ല. വി ആർ നോട്ട് ഹാവിങ് സമ്മറീസ്, വി ആർ നോട്ട് ഹാവിങ് എനി അതർ ഗ്രാമർ പോർഷൻസ് ആസ് ഇഫ് നൗ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ എക്സാം എഴുതാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കുട്ടി വീഡിയോ. ദാറ്റ്സ് ഇറ്റ്. ഓൾറൈറ്റ്. സോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേഗം ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമ്മൾ എപ്പോൾ ഏത് എക്സാമിന് പോവുകയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യാറുള്ള ഒരു പരിപാടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഹായ് മുഫീദ, ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേഗം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വേഗം വന്നോളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കൂട്ടി വേഗം വന്നോളൂ. നമുക്ക് കുറച്ചൊരു 10, 100, 200 ആൾക്കാരാവട്ടെ. സോ ദാറ്റ് വി ക്യാൻ ജസ്റ്റ് ഹാവ് എ വെരി ഗുഡ് കോൺവെർസേഷൻ. ഹായ് അസിം. അപ്പോൾ നമുക്ക് സംസാരിച്ച് നമ്മുടെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആസ് ഇഫ് നൗ വി ആർ ഹാവിങ് ഹലോ അസിം. ഓക്കെ, രണ്ട് different question papers. One is of 2023 and the other one it is of 2022. ഈ രണ്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ, നിങ്ങൾക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ആയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ it will be very easy for you to get prepared for the next exam. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ റീസൺ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് പ്രാവശ്യം വന്നിട്ടുള്ളത്. ഓൾ റൈറ്റ്. അപ്പം എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. ഗുഡ് ടു സീ യു ഓൾ. പ്ലീസ് ബാക്കിയുള്ളവരുടെ അടുത്തും വേഗം ഷെയർ ചെയ്ത് കൊടുത്ത ആൾക്കാരൊക്കെ ഇങ്ങോട്ട് എത്തിച്ചോളും. 5:30 സ്കൂളിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടാവുമായിരിക്കും. മേ ബി യു വിൽ ബി ഹാവിങ് സം മോഡൽ എക്സാംസ് അല്ലെങ്കിൽ മറ്റു പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലേ. ബട്ട് സ്റ്റിൽ വേഗം ഷെയർ ഒക്കെ ചെയ്തെടുത്തോളൂ. ഓൾമോസ്റ്റ് 5:45 ആവാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വിൽ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമ്മൾ വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് തിങ് ആണ് നമുക്ക് എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് വരാൻ നമുക്ക് ഏറ്റവും സഹായിക്കുന്നത് ഇറ്റ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമേ എടുത്തു. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇറ്റ് ഇസ് ദി പാസേജ് അല്ലേ. അപ്പോൾ ആ പാസേജ് കണ്ട് അതിന് താഴത്തെ ക്വസ്റ്റ്യൻസ് വായിച്ചു, എൻ്റെ ദൈവമേ പണി പാളിയല്ലോ, ഐ ഡോണ്ട് നോ എനിത്തിങ് ഫ്രം ദിസ് എന്നുള്ളൊരു വികാരമാണ് വരുന്നതെങ്കിൽ വിൽ ഫീൽ ലൈക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ടഫ് എന്നുള്ളൊരു വിചാരം നമുക്ക് വരും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ബി വെരി കോൺഫിഡൻറ്റ് എനഫ് ടു ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ഇൻ ദ ബിഗിനിങ് പാർട്ട് ഓഫ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. അത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ബിക്കോസ് ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദ ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് അതിലെ പാസേജസ് ഒക്കെ നല്ല രീതിക്ക് അറിയാം, നല്ല രീതിക്ക് വായിച്ചിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ജസ്റ്റ് ആൻസർ ഫോർ ഓൾ ദീസ് ബിഗിനിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം, നിങ്ങൾക്ക് ഇത് വായിക്കാൻ, ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. വിൽ ജസ്റ്റ് സീ നൗ. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. So the first one will be like, I'll just read the question for you. Answer all questions from 1 to 4. Each carries 1 score. Appo it is having 1 mark. Onu vegam vaaichu nokam. Read the following excerpt and answer the questions that follow. Okay. Appo ee excerpt onu vaaichu nokam. Vaayikkumbol thane you should understand from which chapter is this excerpt. Okay, adu manasilayi kittanam ennale baaki parivadigal munnottu povullu. And my dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been bored with life. There didn't seem to be anything worth doing. But shortly after I came out of hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things to do if I were reprieved. And another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well as do some good. കേട്ടപ്പോൾ മനസ്സിലായോ? ഓഡിയോ ഇവിടെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി വന്നപ്പോഴേക്കുള്ള കാര്യം. സോ ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഇറ്റ് സെൽഫ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഓഫ് ദാറ്റ് ചാപ്റ്റർ വിച്ച് ഇസ് ഹാവിങ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ചാപ്റ്റർ ആണെന്നാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിയിട്ടില്ലെങ്കിൽ ഓടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദിസ് ഐ റെഫേർഡ്? ഇവിടെ ഐ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈ ഡ്രീംസ്, മൈ പറഞ്ഞിട്ടുണ്ട്. ഐ ഡ്രീംഡ് ഓഫ്, ഐ വാസ് ഗോയിങ് ടു. ഇവിടെ ആരാ ഈ ഐ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ആള്? ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് സ്റ്റീഫൻ ഹോക്കിങ്സ്. Alright, next question. Why were his dreams rather confused? എന്തുകൊണ്ടാണ്? Why was his dreams seem to be very confused?
just because he was really bored with life and he was having lot of diseases, അല്ലേ? ആ ഒരു ഇൽനെസ്, ഇപ്പം ഞാൻ അധികം കാലം ഒന്നും ജീവിച്ചിരിക്കില്ല, അതുകൊണ്ട് തന്നെ he started to get bored with his life. Okay, next one. And what was this recurring dream? എന്തായിരുന്നു? What was the dream that occurs? Recurring എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്ന ആ ഒരു ഡ്രീം എന്തായിരുന്നു? What was this recurring dream? Now the recurring dream was the idea of sacrificing my life. So the answer is here itself. കൂടുതൽ എവിടെ നോക്കിപ്പോണ്ട കാര്യമില്ല. If you're reading the paragraph very carefully, you'll get the answers. And then next comes, pick out a word from the passage which means released. Release ചെയ്യുക. ജയിലിൽ നിന്ന് he is released from the jail എന്നൊക്കെ പറയുന്ന പോലെ release ചെയ്യുക. So what can be the synonym? ഇതിനെ നമ്മൾ synonym another word എന്ന് പറയുമ്പോൾ if you are getting a word like this, find the synonym of the word released എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you'll be just finding a word which is having the similar meaning. But released എന്നുള്ളതാണ് നമ്മുടെ word. So what can be its another word? What can be its synonym? Of course it is reprieved. If I were reprieved, ഞാൻ അതിൽ നിന്ന് റിലീസ് ആയിരുന്നുണ്ടെങ്കിൽ I could have just done all these things. Alright, so hope this one is clear for you. ഇത്രയേ ഉള്ളൂ നമുക്ക് അവിടെ നോക്കാൻ വേണ്ടിയിട്ട്. So we'll just go for the next part. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. Of course you know the pattern. ഇനി എന്താ നെക്സ്റ്റ് വരാനുള്ളത്? It is of course the poem. അല്ലേ? ഒരു പാസേജ് കഴിഞ്ഞു. Next we have the poem. Okay. Answer all questions from 5 to 8 and all these questions are having 1 mark. Read the lines from the poem and answer the questions. I'll read the poem. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. It's from the beginning itself it is clear. Then Captain Smith, her commander brave, thought not one moment his own life to save, but stood on the bridge, calling out to the crew, remember your country, be British, be true. And England and Ireland and Scotland and Wales proved there to the world their valor never fails. The women and children first was their cry, and every one of the crew stood by. മനസ്സിലായിക്കാണല്ലോ, it is all about that poem. It is having that ടൈറ്റാനിക്കിന്റെ ആ തീമിൽ വരുന്ന ഒരു പോയം ആണതുള്ളത്. ആൻഡ് വാട്ട് ഇസ് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു ഇസ് എ ബ്രേവ് കമാൻഡർ ഓഫ് ദ ഷിപ്പ്? ദ ആൻസർ ഇറ്റ്സെൽഫ് ഇസ് വെരി എവിഡന്റ്, ക്യാപ്റ്റൻ സ്മിത്ത്. നെക്സ്റ്റ് കംസ് pick out the line which suggests that ideal quality of a captain. ഏതാണ് ക്യാപ്റ്റന്റെ ക്വാളിറ്റിനെ കാണിക്കുന്നത്? ദ വെരി ലൈൻ, thought not one moment his own life to save. ഒരു നിമിഷം പോലും ചിന്തിച്ച് നിൽക്കാണ്ട് he just get into that. അയാൾ പെട്ടെന്ന് തന്നെ അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് he just started. അപ്പം അത് തന്നെയാണ് ക്യാപ്റ്റന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി കാണിക്കുന്നത്. And then Captain Smith, her commander brave. Identify the poetic device used in the above line. This is another task. ഇവിടെ ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Her commander, her commander, ഇവിടെ her എന്ന് പറയുന്നത് it is the ship itself. So this is an example for personification. Alright, so this is an example for personification. We got the top priority to be rescued from the sinking. Who got the top priority? ആരെയൊക്കെയായിരുന്നു അവർ കൂടുതലായിട്ടും രക്ഷിക്കാൻ നോക്കിയിരുന്നത്? ഇതൊക്കെ നിങ്ങൾ poem, if you're very familiar with the poem, you're able to answer. ഇതൊന്നും നോക്കിക്കോണമെന്ന് തന്നെ ഇല്ല. So the first priority was given to women and children. Clear? Alright, so we'll just go for the next part. അടുത്ത നോക്കാം. ഇവിടെ we are having a dialogue. The dialogue between Clifford and Mr. Gupta. Price of flowers ആണെന്ന് മനസ്സിലായി കാണും. Here we are having the dialogues and your task is to report them. Alright? Mrs. Clifford, did you see that in the crystal? And Mr. Gupta is answering, yes, I have seen it. Alright? So the question is for reporting. Whenever you hear the word reporting, report the speech. രണ്ടാൾക്കാർ നമ്മൾ സംസാരിച്ചൊരു കാര്യം ആ രണ്ടാമത്തെ ആൾ മൂന്നാമതൊരാളോട് ചെന്ന് പറയുന്നു. That is called as reporting. Alright. അപ്പം അവിടെ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, saying this to emphasize the importance. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഐഡന്റിഫൈ ദ ടെൻസ് ഓഫ് ദി സെന്റൻസ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിന്റെ ടെൻസ് കണ്ടുപിടിക്കുക. Alright. And what tense is this? ഇത് ഏത് ടെൻസാ? വെരി ക്ലിയർ എക്സാമ്പിൾ ഡിഡ് ആണ് വന്നിട്ടുള്ളത്. സോ ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ഇൻ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് വൺ? I have seen it. That is also there. And അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് എന്താ? നിങ്ങൾക്ക് അടുത്ത കാര്യം ശ്രദ്ധിക്കാനുള്ളത്, whenever you are having past tense or present tense ആണെങ്കിൽ it should be converted to past tense. Simple past ആണെങ്കിൽ S plus V1 ഫോമിൽ ആണെങ്കിൽ it should be converted to V2 form.
Okay, run എന്നാണുള്ളതെങ്കിൽ it should be converted to ran. All right. Then if it is in present continuous, past continuous is ram or are plus ing form. It should be converted to was or were plus ing. Similarly, all other present tenses it will be converted to past. And what if your tense is in past? Pastലാണ് നിങ്ങളുടെ ടെൻസ് കിടക്കുന്നതെങ്കിലോ? If it is in simple past, അതായത് V2 ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ it should be converted to had plus V3 form. All right? Is it clear? V2 ഫോമിലാണ് സിമ്പിൾ പാസ്റ്റിലാണ് നിങ്ങളുടെ സെന്റൻസ് കിടക്കുന്നതെങ്കിൽ had plus V3 ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. And what if your sentence is in was or were plus ing form? He was trying എന്നുള്ളൊരു ഫോമിലാണ് കിടക്കുന്നതെങ്കിലോ? It should be converted to the had been plus V3 form. All right? അപ്പോൾ അത്രയും കാര്യം ഓർത്തേക്ക്. ബാക്കിയുള്ള രണ്ടെണ്ണമാണ് വരുന്നതെങ്കിൽ there is no particular change. വേറെ ബാക്കിയുള്ള past perfectനും past perfect continuousനും there is no particular change in tenses റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താ? നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സസ് ക്ലിഫോർഡ് അല്ലേ ആസ്ക്ഡ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വൺ മോർ തിങ് ദാറ്റ് യു ഹാവ് ടു നോട്ട്, വാട്ട് ടൈപ്പ് ഓഫ് സെന്റൻസ് ഇസ് ദാറ്റ്? ഇസ് ഇറ്റ് എ സ്റ്റേറ്റ്മെന്റ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? നോ. ആൻഡ് ഇറ്റ് സീംസ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ്? WH ക്വസ്റ്റ്യൻ വെച്ചിട്ടാണോ ചോദിച്ചിട്ടുള്ളത്? നോ, ഇറ്റ് ഇസ് ഹാവിംഗ് എ മോഡൽ ഓക്സിലറി ഇൻ ദ ബിഗിനിങ്. സോ ഇറ്റ് ഈസ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അവിടെ ഓർക്കാനുള്ളത്, whenever you have a yes or no question to report, you should use the reporting word as whether or if. Clear? അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ടാസ്കിലേക്ക് പോയാലോ? മിസ്സസ് ക്ലിഫോർഡ് ആസ്ക്ഡ്, നമുക്ക് ഇങ്ങനെ എഴുതി തുടങ്ങാം. ക്ലിഫോർഡ് ചോദ്യമാണ്, സോ ഇറ്റ് ഷുഡ് ബി ആസ്ക്ഡ്. ഇനി ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ആഡ് ഒന്നുകിൽ ഇഫ് ഓർ വെദർ. സോ ഐ എം ജസ്റ്റ് ആഡിങ് ഇഫ്. ഓക്കെ, നെക്സ്റ്റ് തിങ്, ഇനി അടുത്തത് എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇഫ് ആണോ വെദർ ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. വി ജസ്റ്റ് ഹാവ് ഡൺ ദാറ്റ്. ഇഫ് ഇവിടെ ഡിഡ് യു സീ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദിസ് ഡിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഓൺലി ബി യൂസ്ഡ് ഇൻ പാസ്റ്റ്. അതുകൊണ്ട് തന്നെ വി ആർ കൺവേർട്ടിംഗ് ദിസ് ടു ദിസ് ഫോം. ഇഫ് ഹി ഹാഡ്, ഗുപ്തേനോടാണ് ചോദിക്കുന്നത്, ഡിഡ് യു സീ ദാറ്റ്? If he had seen that in the crystal. Is it clear? If he had seen that in the crystal. Hope you understood this one. And അതുപോലെ തന്നെ what if Mr. Gupta replied positively? Yes, I have seen it. And this what type of sentence? In the type of sentence are the? What type of sentence is that? It is absolutely there in statement, ഒരു സ്റ്റേറ്റ്മെന്റ് ഫോം ആണ്. അപ്പോൾ അവിടെ can we use if or whether? No, it cannot be used. Instead of if or whether, we'll have to use that. Statements നമ്മൾ റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യുക. It is that. So the answer will be like, എന്തായിരിക്കും ആൻസർ? Said that he had seen it. Have ആണ് കൊടുത്തിട്ടുള്ളത് because that is in present tense. Have present tenseലാണുള്ളത്. So we'll have to convert that to past. അപ്പോൾ ഹാവിനെ നമ്മൾ കറക്റ്റ് പാസ്റ്റിലേക്ക് ആഡ് ചെയ്തു. സോ ദ ആൻസർ വിൽ ബി മിസ്റ്റർ ഗുപ്ത പോസിറ്റീവ്ലി റിപ്ലൈഡ് ദാറ്റ്. ഓക്കെ, പോസിറ്റീവ് ആണ് കാരണം എസ് ആണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് വൈ ഐ ആഡഡ് ദി വേർഡ് പോസിറ്റീവ്ലി. റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് സീൻ ഇറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വിറ്റ്നസ് ഗെറ്റിംഗ് ക്ലിയർ ഫോർ യു. ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ടെൽ ദാറ്റ് ടു മീ. ഓൾറൈറ്റ്, അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. So that is over. Shall we go for the next part? അടുത്ത ഭാഗത്തേക്ക് പോവാം. All right. Next we have complete the following passage choosing the right word given below. Okay. So we are having 3 words in this column and you have to fill only ആകെപ്പാടെ 3 വേർഡേ ഉള്ളൂ. അതൊന്ന് 2 എണ്ണം എടുത്തും കൂടെ ഇട്ടാൽ മതി and you will be getting 2 marks for that. Simple, right? 2 മാർക്ക് പുഷ്പം പോലെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരാൻ പറ്റും. All right. So we'll just see what is this. Dash Stephen was ill at the time of the scholarship examination for Westminster. Dash he attested the local St. Albans school. So what can be the answer? One is Stephen was ill. അതായത് അവൻ എഴുതണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു, പക്ഷെ എന്ത് ചെയ്തു? Unfortunately, നിർഭാഗ്യവശാൽ. So the answer will be the unfortunately. അവൻ എഴുതാൻ പറ്റിയില്ല. Unfortunately അവൻ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ അവൻ ആ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ he couldn't do that. ഇനി അപ്പോൾ എന്താ സംഭവിക്കുക? വെസ്റ്റ്മിൻസ്റ്റർ എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് he attested the local St. Albans school. അപ്പോൾ അതുകൊണ്ട് which is having
that word meaning of adukonda, therefore. So this is the answer for the second fill in the blanks. Clear? Okay, shall we get moving? Alright, so we'll just go for the next part. Here also we are given with, you have to fill in the blanks with appropriate forms of verbs. If United Nations dashed the war between the two countries beforehand, so many children and all would have not suffered from hunger and cold. If the situation continues the same, too many life dash. Only we are having again two fill in the blanks. So any guesses? If United States had stopped, because would not have next sentence like alright, if clause so it is like had. Had stopped in the wording we are using there. Okay, had stopped. Alright, so that one is there, and we'll go for the next one. If the situation continues, this is not just merely a fill in the blanks to fill the verbs. These are all if clause. Okay, if clause okay, if clause we just have discussed, we have already discussed 3 formulas. Our formulas simple idea, you can just fill it up. Alright, next we can just either use will or shall. Will or shall okay use here. Alright, will lose, shall lose. All of these are having the same meaning. Maybe lost we can use. Alright. Next one. Lost lost. Okay, will lost. Will lose. And if you are using maybe lost. Next one. We are going for the next question. Explain the poet's view on the given lines from the poem If. So this is a poem which is known to you, and what all things do you know about this poem? It's an advice. It's in the form of an advice given by a father to its son. അച്ഛൻ മോന് കൊടുക്കുന്ന ഉപദേശത്തിൽ പോകുന്നതാണ് നമ്മുടെ ആ ഒരു ഭാഗത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഈ ഒരു പോയത്തിന്റെ ഈ ഒരു ഭാഗം. നമുക്ക് 2 ലൈനേ തന്നിട്ടുള്ളൂ. If you can meet triumph and disaster and treat those 2 impostors just the same. Okay, നമ്മുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള 2-3 ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ പറയാണ് നിന്റെ ലൈഫിൽ ഉണ്ടാവുന്ന 2 impostors, 2 cheaters. Impostors എന്ന് പറയുന്നത് cheaters ആണ്. എപ്പോൾ വേണമെങ്കിലും ചീറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന 2 ആൾക്കാരാണ് disaster and triumph, which means success and failure. ഈ triumph and disaster എന്ന് പറയുന്നത് it means success and failure that happens in our life. Okay, and അങ്ങനെ നമ്മുടെ ലൈഫിൽ വരുന്ന സക്സസിനെയും അതുപോലെ തന്നെ ഫെയിലിയറിനെയും സന്തോഷം ഭയങ്കരമായിട്ട് നമ്മൾ ഓ മൈ ഗോഡ് ഐ ഹാവ് ഗോട്ട് 5 or 6 A+ in +2 examination. എന്താ സംഭവം? ഭയങ്കര തുള്ളിച്ചാടി ഭയങ്കര സന്തോഷം, റൈറ്റ്? പക്ഷേ ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഒരു വിഷയത്തിന് യു ഹാവ് ഗോട്ട് വെരി ലോ മാർക്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വിഷയത്തിന് പൊട്ടി, യു ആർ എക്സ്ട്രീംലി സാഡ്, യു ആർ ഡിപ്രസ്ഡ് ആൻഡ് ഓ ഇനി എനിക്ക് പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞിരിക്കുകയാണോ വേണ്ടത്? നോ, ഫ്രം ദിസ് 2 lines the poet is saying നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ യു ക്യാൻ ഹാവ് സക്സസ് ആസ് വെൽ ആസ് ഫെയിലിയേഴ്സ്. നോർമലാണ്, ഏതൊരാളുടെ ജീവിതത്തിലും സക്സസും ഉണ്ടാവും ഫെയിലിയറും ഉണ്ടാവും. സോ ഇഫ് യു ആർ ഹാവിങ് ബോത്ത് ഓഫ് ദം, ട്രീറ്റ് ബോത്ത് ഓഫ് ദം ഇൻ ദ സെയിം വേ. സന്തോഷം വന്നു കഴിഞ്ഞാലും സങ്കടം വന്നു കഴിഞ്ഞാലും 2 ഒരുപോലെ ഡീൽ ചെയ്യുക. ഒരെണ്ണത്തിന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, ഒരെണ്ണത്തിന് ഭയങ്കരമായിട്ട് ദുഃഖപ്പെടുക എന്നുള്ളതല്ല. ട്രീറ്റ് ബോത്ത് ഓഫ് ദം ന്യൂട്രലി. ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആവേണ്ട അല്ലെങ്കിൽ ഭയങ്കര ഓവറായിട്ട് ഡിജക്റ്റഡ് ആവേണ്ട കാര്യം 2-നുമില്ല. Okay, so that is what the 2 lines from If, the poem If says. Hope it is clear for you. Okay, so shall we go for the next one? Aduthalekku poyalo. All right, so we are having the next question. This is of editing inde aanu. Yeah. Last year I pay him a visit. I thought I would go and see how things was with him. And on his letters, my brother called his estate Chimbakov Corner on Himalaysk. I arrived at Himalaysk in afternoon. Okay, so we have to edit this passage. അപ്പോൾ ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് ഇയർ ഐ പേ വിസിറ്റ് ടു ഹിം, അവിടെ തന്നെ പ്രശ്നമാണ് അല്ലേ? ഐ പേ വിസിറ്റ്, പേ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ പേ അല്ല,
ഇറ്റ്സ് ലൈക്ക് പേ വിസിറ്റ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഇസ് ഇൻ V1. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് നമ്മൾ V1 ഉപയോഗിക്കുക അല്ലേ? സോ ദിസ് ഇസ് റോങ്. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് കഴിഞ്ഞു പോയ കാര്യമാണ്. സോ ഇറ്റ് ഷുഡ് ബി ഇൻ പാസ്റ്റ് ടെൻസ്. ഇറ്റ് ഷുഡ് ബി paid. Okay, he paid visit. കഴിഞ്ഞ സംഭവിച്ചതാണ്. Okay, now I thought I would go and see how things was with him. ഇവിടെ നോക്കിയേ, അടുത്ത പ്രശ്നം was ആണ്. Was is a singular one. ഇവിടെ അതിന് തൊട്ട് മുന്നേ ഉപയോഗിച്ചിട്ടുള്ള സാധനം how things. Is it a singular or plural one? Things എന്ന് പറയുന്ന കുറേ things ഉണ്ട് അല്ലേ? സോ was എന്ന് പറയുന്ന പ്ലൂറൽ സിംഗുലർ വേർബ് നമുക്ക് അവിടെ ഒരിക്കലും സ്യൂട്ട് ആവില്ല. അതുകൊണ്ട് തന്നെ instead of was we'll have to use were. Okay. Any, what comes next? അടുത്ത നോക്കിയേ, on his letters. Is it like ലെറ്ററിന്റെ പുറത്തുനിന്നാണോ? അവന്റെ ലെറ്റേഴ്സിന്റെ പുറത്ത് എനിക്കിത് വായിക്കാൻ പറ്റിയെന്നാണോ? നോ, ഇൻ ഹിസ് ലെറ്റേഴ്സ് അല്ലെ, അവന്റെ ലെറ്ററുകളിൽ, ലെറ്ററിന്റെ ഉള്ളിൽ. സോ ഇറ്റ് ഈസ് ഇൻ. ഓക്കെ, ഇൻ ഹിസ് ലെറ്റേഴ്സ് my brother called his estate Simichikov Corner or Himalayas. I arrived at Himalayas in afternoon. All right? Okay. So we'll just go for the next one. അടുത്ത നോക്കാം. It's like we are going for the writing. ഇപ്പോൾ നമ്മൾ major ആയിട്ടുള്ള grammar portions reported വന്നു. If clause wages are finished, and what else? We have finished some other fill in the blanks too. Okay. ഇനി നമുക്ക് പോകാനുള്ളത് we are having the major writing parts. All right? So the first one is of preparing an email. അറിയുന്നതാണ്. We are used to writing this. We have written that. ഇഷ്ടം പോലെ നമ്മൾ മോഡൽ എക്സാം തൊട്ടും അല്ലെങ്കിൽ ഫസ്റ്റ് എക്സാം തൊട്ട് നമ്മൾ എഴുതി തഴപ്പിച്ചിട്ടുള്ളൊരു കാര്യം. So I'll just read the question. Okay. The army chief of Northwest Frontier Regiment sent an email to Frank's mother informing about his death in the war. Prepare the email. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ അതിലെ ആ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ബ്രദർ ആയിട്ടുള്ള ഫ്രാങ്ക് മരിച്ചു എന്ന് അവൻ്റെ ക്യാപ്റ്റൻ, അവിടുത്തെ ജനറൽ, ഏറ്റവും അതോറിറ്റി ഉള്ള ആള് അവൻ്റെ അമ്മേനെ അറിയിക്കണം. ഹീ സെൻഡിങ് എൻ ഇമെയിൽ. അപ്പോൾ വാട്ട് ക്യാൻ ബി ദറ്റ് ലൈക്ലി ഇമെയിൽ? സോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി എ ഫോർമൽ വൺ. അല്ലാണ്ട് നേരത്തെ അറിയുന്ന പോലെ പരിചയമുള്ള ആൾക്കാരെ പോലെ ആയിരിക്കില്ല അവിടെ ഒരു ഇമെയിൽ വരിക. ഓക്കെ, അപ്പോൾ സോ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ ഇൻ ദാറ്റ് ഇമെയിൽ? ഫ്രം, ടു, സബ്ജect. And then the salutation will also be there. Then the content of the email, and towards the end with so and so, with sincerely, അല്ലെങ്കിൽ with enough gratitude, അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട്, not gratitude, with pain എന്നൊക്കെ പറഞ്ഞിട്ട് you will be just concluding that email. Okay, അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത് it is an email. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാറുള്ളത് we'll be just writing that നമ്മുടെ മനസ്സിലുള്ളത് we are having that idea of letter. അപ്പോൾ നമ്മൾ എന്ത് എഴുതി വെക്കും? ഇമെയിലിനുള്ള സ്ഥാനത്ത് ഫ്രം ആൻഡ് ടു അഡ്രസ്സിൻ്റെ സ്ഥലത്ത് വിൽ ബി ജസ്റ്റ് റൈറ്റിംഗ് ദി അഡ്രസ്. അവിടെ നമ്മുടെ സ്ഥലത്തിൻ്റെയോ പേരിൻ്റെയോ അഡ്രസ് അല്ല. ഇറ്റ് ഷുഡ് ബി ഫിൽഡ് വിത്ത് ആർ ഇമെയിൽ ID, ഇമെയിൽ അഡ്രസ്. ഓൾറൈറ്റ്? ഒരു gmail.com അല്ലെങ്കിൽ ഒരു yahoo.com വെച്ചിട്ടായിരിക്കണം ഫ്രം ആൻഡ് ടു അഡ്രസ് ഷുഡ് ബി പ്ലേസ്ഡ്. ദെൻ വി ഹാവ് ദി സബ്ജക്ട് പാർട്ട് ഫിൽ ചെയ്യുക, ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക. ദെൻ തുടക്കത്തിൽ യു ക്യാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ്, ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഫ്രം വേർ ദിസ് ലെറ്റർ ഇസ് ബീങ് ഗിവൻ, അത് കൊടുക്കുക. ദെൻ ടുവേർഡ്സ് ദി നെക്സ്റ്റ് പാരഗ്രാഫ് എന്താണ് മാറ്റർ എന്നുള്ളത് പറയാം. പിന്നെ ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോഴേക്കും അവരെ ഒന്ന് കൺസോൾ ചെയ്യിപ്പിച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് ദി ലെറ്റർ. ഓക്കെ, നോട്ട് ദ ലെറ്റർ, ദ ഇമെയിൽ. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് വൺ ഇസ് ക്ലിയർ ഫോർ യു. ഐ എം നോട്ട് ഗോയിങ് വെരി മച്ച് ഇൻ ടു ഡീറ്റെയിൽ. നെക്സ്റ്റ് വൺ ഇസ് about the first chapter. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഓഫ് ലഹർട്ടി. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ ട്രൂ പാരബിൾ അബൌട്ട് ഓവർകമ്മിങ് ഫിയേഴ്സ് ഇൻ ലൈഫ്. കമന്റ് ഓൺ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി. ഈ പാരബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് ലൈക്ക് എ മോറൽ സ്റ്റോറി, ഒരു സ്റ്റോറി, ഒരു പാരബിൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറി. അപ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് എ പാരബിൾ. ഒരു ശരിക്കും മനുഷ്യൻ്റെ ഫിയേഴ്സ്, നമ്മുടെ ഉള്ളിലേക്ക് പേടികളെയൊക്കെ മറികടക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ട്രൂ പാരബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കമന്റ് ഓൺ ദി ടൈറ്റിൽ ഓഫ് ദി സ്റ്റോറി. അപ്പം നിങ്ങൾ ആ ഒരു ടൈറ്റിൽ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിനെ വേണം യു ജസ്റ്റ് ഹാവ് ടു കമന്റ്. എന്നിട്ട് അത് എങ്ങനെയാണ്, ഹൗ ഇസ് ദ സ്റ്റോറി സാറ്റിസ്ഫൈങ് ദിസ് ഐഡിയ എന്നുള്ള കാര്യവും അവിടെ വെക്കണം. സോ ഐ ഹോപ്പ് ദാറ്റ് ദ സ്റ്റോറി ഈസ് റിയലി ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുന്ന സ്റ്റോറിയാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ദി ഫസ്റ്റ് സ്റ്റോറി ആസ് വെൽ ആസ് ഇറ്റ് ഇസ് ഹാവിങ് ആനിമൽസ് ടു, അല്ലെ? ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ബാക്കിയൊക്കെ നമ്മൾ വി ആർ റിയലി ബോർഡ് വിത്ത് ഹ്യൂമൻസ്, അല്ലെ? ഹ്യൂമൻസിന്റെ കഥ കേൾക്കുന്നതിനേക്കാളും വി ആർ റിയലി ഇൻട്രസ്റ്റഡ് ഹിയർ ദി സ്റ്റോറീസ് ഓഫ് ആനിമൽസ് ആസ് വെൽ ആസ് ബേർഡ്സ്. സോ അതിനെ കമന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ഹോപ്പ് ദാറ്റ് വൺ ഇസ് ഈസി ഫോർ യു. നെക്സ്റ്റ് വൺ നോക്കിയേ.
wherever you travel, enjoy and be safe. Prepare 2 do's and don'ts for safe travel. All right? അപ്പോൾ 2 do's and don'ts കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സേഫ് ട്രാവലിന് നിങ്ങൾ എവിടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും യു ജസ്റ്റ് എൻജോയ് ആൻഡ് ബി സേഫ്. ഓക്കെ, അപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പം ചെയ്യേണ്ടാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള 2 കാര്യങ്ങൾ യു ജസ്റ്റ് ഹാവ് ടു ഗിവ് ആസ് സം ഒപ്പീനിയൻസ്, 2 ഒപ്പീനിയൻസ് കൊടുക്കാം. ഓൾ റൈറ്റ്? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, പേഴ്സണലി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, യു ക്യാൻ ജസ്റ്റ് ഗിവ് ഇറ്റ് ദ. ഓക്കെ, ഡോണ്ട് സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞു. ഐ വാസ് ജസ്റ്റ് കിഡിങ്. ഡോണ്ട് സ്ലീപ്പ് എന്നല്ല. When you are at the crucial moment, you should be very careful. Should be very careful about your luggages. And it depends upon the places that you're visiting. Adanansarichum you should be careful. Okay. And then next comes the speech, introductory speech aanu, script for an introductory speech. Okay. The shipping company and the passenger tourists have decided to acknowledge the meritorious service of Hassan during pandemic, and Dr. A.J. Cronin was asked to introduce Hassan in the felicitation program and prepare the script of the introductory speech. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നത്. The context is നമ്മുടെ ഹസൻ, അദ്ദേഹം ആ പാൻഡമിക്കിൻ്റെ സമയത്ത് പോലും ആ ഷിപ്പിൽ ചെയ്തിട്ടുള്ള അത്രയും ഭയങ്കര മെറിറ്റോറിയസ് ആയിട്ടുള്ള, ഭയങ്കര മഹത്തരമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ആർ ഹാവിങ് എ മീറ്റിംഗ്. അപ്പോൾ അവിടെ ഹസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മുടെ A.J. Cronin വരുന്നത്, ഡോക്ടർ A.J. Cronin. അപ്പോൾ അദ്ദേഹത്തിന് ഇൻട്രൊഡക്ടറി സ്പീച്ച് എങ്ങനെയായിരിക്കും? സോ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു ഫോളോ. ഇനിയിപ്പം ഇൻട്രൊഡക്ടറി സ്പീച്ച് ആണെന്ന് വിചാരിച്ച സ്പീച്ചിൻ്റെ ഫോമാറ്റിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. യു വിൽ ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ സല്യൂട്ടേഷൻ. ആൾക്കാരെ ഒന്ന് അഡ്രസ് ചെയ്തിട്ട് തന്നെ വേണം തുടങ്ങാൻ. ആൻഡ് യു വിൽ ഹാവ് ടു അഡ്രസ് പീപ്പിൾ ദോസ് ഹു ആർ സിറ്റിംഗ് ദർ. അവിടെയുള്ള ആൾക്കാരെയും അഡ്രസ് ചെയ്യണം. Then comes നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ എം ഹിയർ ഫോർ ദ പേർപ്പസ് ഓഫ് ഡൂയിങ് ദിസ്. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്? ആൻഡ് ദെൻ യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ഇൻട്രൊഡ്യൂസിങ് മിസ്റ്റർ ഹസൻ. ആൻഡ് യു ഷുഡ് ഓൾസോ ഡിസ്ക്രൈബ്, നിങ്ങളുടെ കോണ്ടെക്സ്റ്റിനനുസരിച്ചാണ് നിങ്ങളുടെ സ്പീച്ച് പോകേണ്ടത്. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം? ദി മെറിറ്റോറിയസ് തിങ്സ്, നമ്മുടെ ഹസൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ വരണം. കാരണം അദ്ദേഹത്തെ അക്നോളജ് ചെയ്യാനാണ് ആ ഒരു പരിപാടി തന്നെ നടത്തുന്നത്. സോ ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദിസ്. ഓൾ റൈറ്റ്? So that's it. And towards the end, താഴത്തേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തെ ഒന്നുകിൽ ക്ഷണിക്കുക, അല്ലെങ്കിൽ we really acknowledge you for your meritorious things എന്നൊക്കെ പറഞ്ഞിട്ട് you can just conclude it, and you have to thank everyone. Okay? And you have to divide these things into paragraphs. Paragraphs ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. Introductory paragraph, content, it still can be divided into 2 or 3. അത് കഴിഞ്ഞിട്ട് towards the end you can just give a conclusion to. All right? So speech is also over. So we have studied email, we have discussed how to comment on a thing, we just have discussed a speech too. Okay, now we'll just move on to some debate related things. ഇവിടെ നോക്കിയേ, 2 opinions എഴുതാൻ, 4 arguments എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. Media Club of his school has decided to conduct a debate on the topic, does modern technology ruin human interactions? Right? 4 arguments in favor of the topic. Alright, അപ്പം നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞ ഡിബേറ്റിനൊക്കെ നമുക്ക് സാധാരണ ഗതിയിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ടാവും. വൺ വിൽ ബി ടോക്കിംഗ് ഫോർ ദി ടോപ്പിക് ആൻഡ് അതർ ഗ്രൂപ്പ് വിൽ ബി ടോക്കിംഗ് അഗൈൻസ്റ്റ്. സോ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഡസ് മോഡേൺ ടെക്നോളജി റൂയിൻ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്? മനുഷ്യന്മാർ തമ്മിലുള്ള ആ ഒരു കണക്ഷനെ അല്ലെങ്കിൽ ഒരു ബന്ധങ്ങളെ ടെക്നോളജി ഇൻറ്ററാക്ട് അല്ലെങ്കിൽ ടെക്നോളജി ഇല്ലാണ്ടാക്കുന്നുണ്ടോ? ദാറ്റ് ഇസ് യുവർ ടോപ്പിക്. അതിനെ ഫേവർ ചെയ്തിട്ടുള്ളതാണ്. യു വിൽ ജസ്റ്റ് ഡു വൺ തിങ്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യും, 2 കൂട്ടരും അവിടെ എഴുതി വെക്കും. ബട്ട് the thing that you were asked to write is just in favor. കിടക്കട്ടെ എന്നാലും 2 കൂടെ എന്തൊക്കെയാണെങ്കിലും നല്ലത് പറഞ്ഞാൽ എന്നാൽ 2 ചീത്തയും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് യു ഡോണ്ട് ഹാവ് ടു ഗിവ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആ കാര്യം മാത്രം എഴുതിയിട്ട്, സോ ദാറ്റ് യു ക്യാൻ സേവ് യുവർ ടൈം. ആവശ്യമുള്ളത് മാത്രം എഴുതാം. വേണ്ടാത്ത സാധനങ്ങളെല്ലാം വലിച്ചു വരെ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് ദ ടൈം ടു ഫിനിഷ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നോക്കിയേ, ഇവിടെ 4 ആണ്. അപ്പം യു ആർ ജസ്റ്റ് സേയിങ് ദാറ്റ് ഈ പറഞ്ഞ സാധനം this is right, does modern technology ruin human relationships? അപ്പോൾ നിങ്ങൾ അതിനെ ഫേവർ ചെയ്യാണ്, ശരിയാണ്. This is ruining modern relationship, I mean modern interactions എന്ന് പറയണം. അപ്പോൾ അതിനെ ശരിയാണെന്ന് പറഞ്ഞിട്ടാണ് യു ആർ ജസ്റ്റ് മേക്കിംഗ് ഇറ്റ്. കാരണം സ്ക്രീൻ സ്പേസ് കൂടി, there is no conversation and families തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നടക്കുന്നില്ല. ഈവൻ ദ ഫാദർ ആൻഡ് മദർ, ഈവൻ ദ പേഴ്സൺസ് ഹു ആർ സിറ്റിംഗ് ഇൻ വൺ റൂം ആൻഡ് ദി അതർ റൂം ഇൻ എ സിംഗിൾ ഹൗസ്, ദേ ആർ നോട്ട് ടോക്കിംഗ് ടു ഈച്ച് അതർ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ, അല്ലെങ്കിൽ അവർ പണ്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി, ഒരു വാം വെൽക്കം ഒക്കെ നമ്മൾ ചിലപ്പോൾ ആൾക്കാരെ ചെന്ന് കണ്ടൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം നൗ വി ഹാവ് ലോട്ട് ഓഫ് അതർ ടെക്നോളജീസ്. തൊട്ടടുത്തുള്ള ആൾക്കാരെക്കാളും പോലും കാണാനുള്ള സമയം വി ഡോണ്ട് ഹാവ് നൗ എ ഡേയ്സ്. ഓൾറൈറ്റ്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് യു ക്യാൻ ജസ്റ്റ്
ക്രിയേറ്റഡ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ AI ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. റോബോട്ട്സ് ഒക്കെ നമ്മുടെ ജോലി ഏറ്റെടുക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് കോസിങ് എ വേ ഫോർ അൺഎംപ്ലോയ്മെന്റ്. മെഷീൻസ് ആണ് എല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്, മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് അപ് ടു യു. ആൻഡ് നെക്സ്റ്റ് കംസ് എ ക്വസ്റ്റ്യൻ. The details of Lata Mangeshkar's life and achievements are given below. Using them, prepare a profile. Okay, so these are the details given for the profile. Lata Mangeshkar's profile ആണ്. So whenever you write a profile, be very sure to give this title. ആരുടെ profile ആണ് കൊടുക്കുന്നതെന്ന് പറയുന്ന ആ ആളുടെ പ്രൊഫൈലിൽ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറന്നു വരും. So it's a very important thing. And the second thing, you have to follow the chronological order. ആദ്യം പോയിട്ട് ലതാ മങ്കേഷ്കർ വലിയൊരു പാട്ടുകാരിയാണ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഷീ ഈസ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. സ്റ്റാർട്ട് വിത്ത് ദി ആദ്യം പറയാം ഷീ ഈസ് എ പ്ലേ ബാക്ക് സിംഗർ, ഷീ ഈസ് റിനൗൺഡ് ആസ് എ സിംഗർ എന്നൊക്കെ പറഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട്, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ഫോളോ ദ chronological order. മനസ്സിലായോ? ആദ്യമേ തന്നെ അവർ മരിച്ചിട്ടുള്ളത് ഈ വർഷമാണ്, ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ടല്ല പോകേണ്ടത്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഈ ഒരു ഫ്ലോ ഇങ്ങോട്ടായിരിക്കണം. ഓൾറൈറ്റ്. So you just have to born on എന്നുള്ള സംഭവം കൊടുക്കുക. നോട്ടബിൾ അവാർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. യു ഡോണ്ട് ഹാവ് ടു ഗിവ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ്. നോക്കി ഓക്യുപ്പേഷൻ എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, വാട്ട് ആർ ദി അതർ നെയിംസ്, ക്യൂൻ ഓഫ് മെലഡി, വോയിസ് ഓഫ് മില്ലേനിയം, ആൻഡ് അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പൊതുവേ വി ആർ ജസ്റ്റ് ഗിവിംഗ് ദി ഓണേഴ്സ്. എന്തൊക്കെ ഓണേഴ്സ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്, ഓക്യുപ്പേഷൻ ആൻഡ് ദ നോട്ടബിൾ അവാർഡ്സ്. ഇതൊക്കെ ടുവേർഡ്സ് ദി എൻഡ്, ജസ്റ്റ് ബിഫോർ ഡെത്ത് ആയിരിക്കും നമ്മൾ വിൽ ബി ജസ്റ്റ് മെൻഷനിങ് ദി അവാർഡ്സ്. ഓക്കെ, and then produce it. If you know something more in detail, Lata Mangeshkarനെ പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ you can also fill it up. കുറച്ചും കൂടെ കേറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാം. And then next comes, okay, elaborate the idea in the given lines of the poem Death the Leveler. പോയതിന്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. Only the actions of the just smell sweet and blossoms in their dust. എന്താണ്, what does it mean? നിങ്ങൾ ഓൾറെഡി പോയിംസ് പഠിച്ചവരാണ്. എന്താണ് ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്നതിനകത്താണ് ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദി, അതിനെ എലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളെ ആൾക്കാർ ഓർക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു പരിപാടിയാണ്, വാട്ട് ഇസ് ഇറ്റ്, മരിച്ചു കഴിയുമ്പോഴേക്കും എത്ര ഇതായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു, എപ്പോഴും പുഞ്ചിരിച്ച മുഖമായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളെ പറ്റി വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. സമ്മൺ വിൽ ബി സെയിങ്, അവരെ ഒന്ന് സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെയൊക്കെ ഒന്ന് കേൾപ്പിക്കാൻ വെറുതെ ആൾക്കാർ പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആൾക്കാർ ഓർത്തിരിക്കണമെങ്കിൽ യുവർ ആക്ഷൻ ഷുഡ് ബി ജസ്റ്റ്. നിങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളായിരിക്കും. അതല്ലാണ്ട് നിങ്ങൾ കുറേ യുദ്ധം ചെയ്താൽ, അല്ലെങ്കിൽ ആൾക്കാരോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യു വേർ ലൈക്ക് ഹാവിങ് ലോഡ് ഓഫ് ഹേറ്റഡ് ഫ്രം അതേഴ്സ്, നിങ്ങൾക്കെല്ലാം പാര വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങളെ മറന്നു പോവുകയുള്ളൂ. ബട്ട് അതേസമയം നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിലോ ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ റിമെമ്പർ ആൻഡ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്. അവർ മരിച്ചു കഴിഞ്ഞാലും, ആൾക്കാർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ നല്ല പ്രവർത്തികൾ ഇറ്റ് വിൽ സ്മെൽ സ്വീറ്റ്, അവരെപ്പോഴും നന്നായിട്ട് തന്നെ ഇരിക്കും. ഓൾ റൈറ്റ്, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഡെത്ത് ദ ലെവലർ. ആൻഡ് നൗ വി ഹാവ്, ഇവിടെ നോക്കി 6 മാർക്ക് വീതമുള്ള ഓരോ ഇതാണ്. ഇറ്റ്സ് ഓഫ് ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഗുപ്ത. അറിയാലോ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ളതാണ്. ഐ തിങ്ക് വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. സോ പ്ലീസ് ബി വെരി ഷുവർ അബൌട്ട് ദി ക്യാരക്ടേഴ്സ് ഓഫ് ഫ്രം ദറ്റ് ചാപ്റ്റർ. Mr. Gupta and the girl, Mrs. Clifford, all these characters should be very clear. Okay. അപ്പോൾ ഇവിടെ നോക്കിയേ എന്തൊക്കെയാണ്. He is a friendly character, he is very caring, he is empathetic, and he is having a special connection with this girl and her mother. ഈ കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻഡ് ആയിരിക്കണം. ഓക്കെ, എംപത്തറ്റിക് ആണ്. മാത്രമല്ല ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. വെനവർ യു സേ സം പോയിന്റ് എംപത്തറ്റിക് ആണ്, അല്ലെങ്കിൽ ഹി ഈസ് വെരി കെയറിങ്, ഹി ഈസ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയുമ്പം യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, യു ഷുഡ് ഗിവ് ഇൻസ്റ്റൻസസ് ഫോർ ദാറ്റ്. എങ്ങനെയാണ്, ഹൗ ഈസ് ഹി പ്രൂവൻ ടു ബി ഫ്രണ്ട്ലി മാൻ, എങ്ങനെയാണ് അവൻ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ യു ഷുഡ് ഹാവ് ടു പ്ലേസ് ഇൻ ഇറ്റ്. ഓൾ റൈറ്റ്, അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ സ്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു പോയിന്റ് വിച്ച് ഷുഡ് ബി ദർ ഇൻ യുവർ ക്യാരക്ടർ സ്കെച്ച്. ഓൾ റൈറ്റ്, so I think you doesn't need any more description from that. You are the reporter of a leading news channel and was assigned to report a live TV program, Turtle Calling Ritual, and Namuana Village. Prepare a live TV report. Okay, ഒരു ലൈവ് TV റിപ്പോർട്ടാണ് പറഞ്ഞുള്ളത്. വി ഹാവ് ഡിസ്കസ്ഡ്, അതിന് മുന്നേ നമ്മൾ അതിൻ്റെ ഫോമാറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു ലൈവ് TV റിപ്പോർട്ട്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് റിപ്പോർട്ടിംഗ്, അതായത് റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾ ചെയ്യുന്ന പോലെയാണ്. ബിക്കോസ് യു ആർ ദർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്. എന്നിട്ട് നിങ്ങൾ മൂന്നാമതൊരാൾക്ക് നിങ്ങൾ കണ്ട കാര്യങ്ങൾ യു ആർ ജസ്റ്റ് സേയിങ് ദാറ്റ് ടു സമ്മൺ എൽസ്, ഓഡിയൻസിൻ്റെ അടുത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ യൂഷ്വലി നമ്മൾ ന്യൂസിലൊക്കെ കാണാറുള്ള പോലെ തന്നെ യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് യു ആർ വിത്ത് ദിസ് ക്യാമറാമാൻ.
So I'm Anupama Penny with this cameraman, and I'm from this particular place. Where is it? From Namuena village. And now you can see that I'm standing here എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അപ്പോൾ ആ സ്ഥലത്താണ്, ആ പെർട്ടിക്കുലർ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. So you just have to describe the place. എന്താണ്, what is the speciality of the place? അല്ലേ, one ritual is happening there. എന്താണ് ആ റിച്വലിൻ്റെ പ്രത്യേകത? അപ്പം അതൊക്കെ റിലേറ്റഡ് ആക്കിയിട്ട് വേണം യു ജസ്റ്റ് ഹാവ് ടു സേ ദാറ്റ്. ആൻഡ് യു ഹാവ് ടു ഗിവ് ദി അപ്ഡേറ്റഡ് ഡീറ്റെയിൽസ്. അവിടെ അപ്പോഴെന്താണ് നടക്കുന്നത്? നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ട് വിവരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറില്ലേ? ലൈക്ക് വൈസ് യു ജസ്റ്റ് ഹാവ് ടു ഗിവ് ലൈവ് തിങ്സ്. അപ്പോഴെന്താണോ അവിടെ നടക്കുന്നത് ആ കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ്. ഓൾറൈറ്റ്, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പം തുടക്കത്തിലുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗം മറന്നു പോകരുത്, ബിക്കോസ് ഇറ്റ് ഇസ് ദി അൾട്ടിമേറ്റ് തിങ് ഫോർ എ ലൈവ് TV റിപ്പോർട്ട്. ഓക്കെ, ആൻഡ് ഐ ഹോപ്പ് അപ്പം ഇതാ ടേർട്ടിൽ കോളിംഗ് റിച്വൽ എന്താണെന്നുള്ളത് ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ആ ഒരു സ്ത്രീകളൊക്കെ വന്നിട്ട് ദേ ആർ ജസ്റ്റ് കോളിംഗ് ഫോർ ദി ടേർട്ടിൽസ്, ആൻഡ് ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴേക്കും ഓൾ ദീസ് ടേർട്ടിൽസ് വിൽ ബി കമ്മിങ് അപ്പ്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ദിസ് ലൈവ് TV റിപ്പോർട്ട് ഇസ് ഗോയിങ് ഓൺ. സോ ഡോണ്ട് ജസ്റ്റ് ഫോർഗെറ്റ് ടു ഗിവ് ദ ഡീറ്റെയിൽസ് ഇൻ ദ ഇൻട്രോഡക്ടറി പാർട്ട്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് കുഴപ്പമില്ല. ആൻഡ് ടുവേർഡ്സ് എൻഡ് യു കെൻ ജസ്റ്റ് ഗിവ് ഇറ്റ് ആസ് സൈനിങ് ഓഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് യു ജസ്റ്റ് സൈനിങ് ഓഫ് വിത്ത് ക്യാമറമാൻ എന്ന് പറഞ്ഞിട്ട് യു കെൻ ജസ്റ്റ് സൈനിങ് ഓഫ്. Sign off. Okay, so that is what you have to do from for a live TV report. All right, so shall we go for the next one? Here we are having the question of preparing interview questions. Of course, interview questions are. So the question is, but a question matram pora, you have to prepare some answers too. Okay, Nikola's dearest dream had come true and he became an estate owner. You are a staff reporter of a daily and desire to interview him for the daily. Prepare 6 interview questions and possible answers. You are asked to interview a person, and you should be very clear that whenever you are interviewing a person, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞ അയാളെ നിർത്താൻ അനുവദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കരുത്. യുവർ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഓപ്പൺ എൻഡഡ്. അവർക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഉണ്ടാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ഡ്, ആൻഡ് യു ആർ ഹിയർ ടു ആൻസർ ടു. അപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ്സ് നോട്ട് എ പോസിബിൾ ആൻസർ. നമ്മൾ വിചാരിക്കുന്ന ഒരു ആൻസർ നമ്മൾ അതിലേക്ക് എത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ഡ് ആൻഡ് റെലവൻറ്റ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ഡ്. ഒരു ബന്ധമില്ലാത്ത അയാളുടെ ലൈഫിൽ എന്നോ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നതിൽ ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ആസ്ഡ് വിത്ത് റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പോസിബിൾ ആയിട്ടുള്ള അയാൾ എന്താണ് ഇപ്പം ചെയ്തത്, അല്ലെങ്കിൽ വാട്ട് ഈസ് വെരി റെലവൻറ്റ് ടു ഹിം എന്നുള്ളതിനനുസരിച്ച് വേണം യുവർ ക്വസ്റ്റ്യൻ ഷുഡ് ബി. ആൻഡ് ഇനി കുറച്ചും കൂടെ ബാക്കി എന്തെങ്കിലും കാര്യത്തിൽ വെദർ ഇറ്റ് ക്യാൻ ബി ഇൻഫർമേഷൻ റിഗാർഡിങ് സംതിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ദാറ്റ് ഈസ് ഇൻസ്പയറിംഗ് ടു സമ്മൺ എൽസ്, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ് ഫോർ ദിസ്. ഓൾ റൈറ്റ്, next comes, it's a letter to the editor of a prominent daily commenting on the plight and needs of such children. Age children. Having read the story Conceptual Fruit, you feel interested in the cause of differently abled children and desire to highlight their problems. Conceptual Fruit നമുക്ക് അറിയാം അതിലെന്താണ് നടക്കുന്നത്. One girl wanted to create her own room. അപ്പം it is actually created by her father, but she doesn't want a technological room. She just wanted to be a room which is real. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ നിങ്ങൾ അറിയാനിട വന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യു ജസ്റ്റ് വാണ്ടഡ് ടു ഡു സംതിങ്. അവർക്ക് അവരെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നന്നാക്കി നടത്തണമെന്ന് അറിയിച്ചുകൊണ്ട് യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു ദ എഡിറ്റർ. ഒരു എഡിറ്റർക്ക് നിങ്ങൾ ഒരു ലെറ്റർ എഴുതുകയാണ്. സോ വാട്ട് ഓൾ തിങ്സ് ക്യാൻ ബി ദർ ഇൻ ദ ലെറ്റർ ടു എഡിറ്റർ. ഒരു എഡിറ്റർക്കാണ് നിങ്ങൾ വാട്ട് ഇഫ് യു ആർ റൈറ്റിംഗ് ദ ലെറ്റർ ടു ദ എഡിറ്റർ. ഓക്കെ, എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടത്? എഡിറ്റർക്കാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നതെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി മെൻഷൻഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ലെറ്റർ ടു ദ എഡിറ്ററിൽ വേണ്ടത്? ഇറ്റ്സ് എ ഫോർമൽ ലെറ്റർ, ഒബ്വിയസ്ലി ലെറ്റർ ടു ദ എഡിറ്റർ ആണ്, നമ്മൾ ഫ്രണ്ട്സിന് ആർക്കും എഴുതുന്നതല്ല. സോ ഇറ്റ് ഷുഡ് ഹാവ് സോ ദ ഫസ്റ്റ് വൺ ഷുഡ് ബി ദ ഫ്രം അഡ്രസ്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇങ്ങനെ ഫ്രം അഡ്രസ് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കേണ്ട കാര്യമില്ല. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേര്. അപ്പം I'll just write my name. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ പേരാണ് നിങ്ങളുടെ പേരുകൾ തന്നെ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ്. ആൻഡ് യുവർ അഡ്രസ് കൊടുത്തു. ദെൻ യു ഹാവ് ടു ഗിവ് ദി ഡേറ്റ് കൊടുത്തു. ദെൻ കംസ് ദ ടു അഡ്രസ് ടു ദി എഡിറ്റർ. അപ്പോൾ അവിടെ ടു അഡ്രസ് ഐ എം നോട്ട് റൈറ്റിംഗ് ഇറ്റ് as ടു ദി എഡിറ്റർ. You can just give the name of a daily, the Hindu, no? I'm just giving it as the Hindu. Okay. And then next comes dear sir. Dear sir. Then we have to write the subject.
സബ്ജക്റ്റ് അവിടെ കൊടുക്കുക. വാട്ട് ഇസ് ദ സബ്ജക്ട്, വാട്ട് ഇസ് ദ തിങ് ദാറ്റ് അല്ലെങ്കിൽ ഡിയർ സർ ഇവിടെ കൊടുക്കേണ്ട, ജസ്റ്റ് ഗിവ് ഇറ്റ് ആസ് സർ. ഓൾറൈറ്റ്, ആൻഡ് സബ്ജക്റ്റ് കൊടുക്കുക. ദെൻ ഫസ്റ്റ്ലി യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഓൾറെഡി നിങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് സേ ദറ്റ് ഐ എം റൈറ്റിംഗ് ടു ഗിവ് യു ദിസ് ഐഡിയ, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നതെന്ന് അറിയിക്കുക. ദെൻ യു ക്യാൻ ജസ്റ്റ് ഗിവ് സം ഐഡിയ. ഈ അവരുടെ അവസ്ഥകളും നീഡും വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാം ത്രൂ ദി കോണ്ടന്റ് പാർട്ട്. അതിൻ്റെ കണ്ടന്റ് ഭാഗത്ത് നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാം. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് എന്താ ടുവേർഡ്സ് അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പ്രൊവൈഡ് ഇറ്റ്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ്, ടുവേർഡ്സ് ദി മാർജിൻ, ഇതെല്ലാം വരേണ്ടത് റിമൈൻഡ് വൺ, പ്ലീസ് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. നോക്കി ഈ മാർജിൻ്റെ അടുത്തേക്കാണ് ഈ സാധനങ്ങളെല്ലാം വരുന്നത്. ഡോണ്ട് ജസ്റ്റ് പുട്ട് ദി അതർ പാർട്ട്. കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഫൈനൽ തിങ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, യുവർ സിൻസിയർലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ലെറ്റ് ബി ജസ്റ്റ് പ്ലേസിങ് ഇറ്റ് ഹിയർ. ഇറ്റ്സ് റോങ്. ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ദ എൻറ്റയർ ഫോർമാറ്റ് വിൽ ഗോ റോങ്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹിയർ, ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഹിയർ ഇറ്റ്സെൽഫ്. കോണ്ടന്റിന്റെ ഭാഗം കഴിഞ്ഞ് യു വിൽ ഹാവ് ടു പ്ലേസ് ഇറ്റ് ദർ. All right, so I hope this one is also clear. Now shall we go for the next one? So here Dr. APJ Abdul Kalam ignited the minds of youth through his motivational speech, I will fly. Prepare a write-up on the central idea of the speech. So it's a write-up and it should have a title. Write-up ആണ് ചോദിച്ചിട്ടുള്ളത്, ഒരു ടൈറ്റിൽ കൊടുക്കുക. And the idea എന്താ ചോദിച്ചിട്ടുള്ളത്? Ignited minds of the youth through the motivational speech, I will fly. അപ്പോൾ അതിനെപ്പറ്റി ഇതിൻ്റെ സെൻട്രൽ ഐഡിയനെ പറ്റി, ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ള അതിൻ്റെ സെൻട്രൽ ഐഡിയ എന്താ? അത് ഐ വിൽ ഫ്ലൈയിലെ സെൻട്രൽ ഐഡിയ എന്താ? യു ഷുഡ് ഹാവ് ഡ്രീംസ്, ആ ഡ്രീംസിനെ അച്ചീവ് ചെയ്യാൻ യു ഷുഡ് ട്രൈ. അപ്പോൾ ആ ഒരു സെൻട്രൽ തീമിനെ വെച്ചിട്ട് യു വിൽ ഹാവ് ടു പ്രിപ്പയർ എ റൈറ്റപ്പ്. ഒരു റൈറ്റപ്പ് എഴുതുമ്പോൾ ടൈറ്റിൽ യു ഹാവ് ടു ഗിവ് എൻ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഷുഡ് ബി എന്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ആൻഡ് യു ആർ ടോക്കിംഗ് ഇൻ റിലേഷൻ വിത്ത് ദിസ് ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് പാരഗ്രാഫ് കൊടുക്കാം. ദെൻ സപ്ലിമെൻ്ററി പാരഗ്രാഫ് ഷുഡ് ബി ഗിവൻ. ബാക്കിയുള്ള പാരഗ്രാഫ് ഡിവിഷൻസ് കൊടുക്കുക, ഇങ്ങനെ എന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഹാവിംഗ് 6 marks. അതുകൊണ്ട് തന്നെ പാരഗ്രാഫ് ഡിവിഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് പ്രൊസീഡ്. Alright, so write up towards the end you have to give a conclusion too. Okay, then narrate one such incident in about 80 words. And the young seagull made his first flight thanks to his mother's timely intervention. Have your parents ever made such timely interventions in order to refill self-confidence in you? Narrate one incident in about 80 words. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you lose 6 marks. അപ്പോൾ യു ഈവൻ ഇഫ് യു ഹാവൻ ഗോട്ട് അങ്ങനെ കിട്ടാതിരിക്കാതെ വഴിയൊന്നുമില്ല. ബിക്കോസ് ഓൾ അവർ പേരൻസ് മസ്റ്റ് അല്ലെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി ഹാവ് മെയ്ഡ് സച്ച് ഇൻ്റർവെൻഷൻസ് ഇൻ അവർ ലൈഫ്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിക്കോണമെന്നില്ല. ആൻഡ് ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് യു വിൽ ജസ്റ്റ് ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്, ഇമാജിൻ ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മുടെ സീകളിൽ കഷ്ടപ്പെടുകയായിരുന്നു പറക്കാൻ വേണ്ടിയിട്ട്. അപ്പം വാട്ട് ഹാപ്പൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് ദി മദേഴ്സ് ഇൻ്റർവെൻഷൻ ദർ, എങ്ങനെയാണ് അവിടെ ആ അമ്മ സീകൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നത്, ആ ഒരു ഇൻ്റർവെൻഷൻ. അത്തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടോ? ചിലപ്പം യു ആർ സ്റ്റഡിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടാവും. അതിനുള്ള സഹായത്തിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ളൊരു കാര്യം നിങ്ങൾ നറേറ്റ് ചെയ്യാണ്. സോ യു ആർ നറേറ്റിംഗ് ദാറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങളാണ് അത് നറേറ്റ് ചെയ്യുന്നത്. സോ യു വിൽ ഹാവ് ടു യൂസ് യുവർ ഓൺ പെർസ്പെക്റ്റീവ്. നിങ്ങളാണ് പറഞ്ഞത്. സോ ഐ ഓൾസോ ഹാഡ് സച്ച് എൻ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് നറേറ്റ് ചെയ്യുന്നത്. നോ വൺ എൽസ് ഇസ് നറേറ്റിംഗ്. അവൾ അങ്ങനെയായിരുന്നു, ഇവൻ എങ്ങനെയായിരുന്നു എന്നല്ല പറയുന്നത്. യു ആർ എക്സ്പീരിയൻസിങ് യു ആർ നറേറ്റിംഗ് യുവർ ഓൺ തിങ്സ്. ഓൾറൈറ്റ്. സോ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം യു ജസ്റ്റ് ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. അല്ലാണ്ട് നറേഷൻ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി എ നറേഷൻ. സോ ഐ ഹോപ്പ് ദാറ്റ് വൺ ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ആൻഡ് നൗ ഷാൽ വി ജസ്റ്റ് ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. അടുത്ത വൺ നോക്കാം. It's like William Wordsworth in the poem To Sleep glorifies sleep. He calls sleep as a dear mother of fresh thoughts and joyous health. Write a paragraph about your attitude to sleep in the light of the poem. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഐ കുഡ് ജസ്റ്റ് ഫീൽ ലൈക്ക്, എസ്പെഷ്യലി എക്സാം ഒക്കെ അടുത്തിരിക്കുന്ന ടൈം ആയതുകൊണ്ട് യു വിൽ ഫീൽ ലൈക്ക് വാട്ട് വിൽ ബി യുവർ ഫീലിംഗ്? എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്? റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് യുവർ ആറ്റിറ്റ്യൂഡ് ടു സ്ലീപ്പ്. നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു ഏരിയ ആയിരിക്കും സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. ഐ എം റൈറ്റ്? ഓൾ റൈറ്റ്. അപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, സ്ലീപ്പിങ്ങിനോട് നിങ്ങൾക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് നിങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. എന്താണ് വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്? ഇപ്പം നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉറക്കം ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര നല്ലതാണ്. ശരിയാണല്ലേ? ഒരു 7 to 8 hours സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ വിൽ നോട്ട് ബി ഫീലിംഗ് ലൈക്ക് വെൽ നെക്സ്റ്റ് ഡേ.
അത്ര അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിക്കോണമെന്നില്ല. ഒരു ദിവസമൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും, പോട്ടെ 2 ദിവസവും ചിലപ്പോൾ പറ്റുമായിരിക്കും. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ദ തേർഡ് ഡേ, 3-4 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ വിൽ യു ബി ഏബിൾ ടു ഡു എനിത്തിങ്? നോ, ഡെഫിനറ്റ്ലി നോട്ട്. And he calls sleep as a dear mother of fresh thoughts and joyous health. Write a paragraph about your attitude to sleep in the light of the poem. Okay, so what is happening there? എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, സ്ലീപ്പിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ യു വിൽ ജസ്റ്റ് ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രസൻറ്റ് ചെയ്യാം. സോ മൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്ലീപ്പ് ഇസ് ലൈക്ക് ഇറ്റ് ഇസ് റിയലി ഗുഡ്, ഇറ്റ് ഇസ് ഹെൽത്തി, ഇറ്റ് മേക്സ് യു ഹെൽത്തി. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ, യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് യുവർ ഓൺ ഒപ്പീനിയൻ. ഓക്കെ, അവിടെ ബാക്കി നോക്കി പോകേണ്ട കാര്യമില്ല, ഇറ്റ്സ് അബൌട്ട് യുവർ ഓൺ ഒപ്പീനിയൻ. ദെൻ നെക്സ്റ്റ് കംസ് it's a report of the seminar, or a seminar report ആണ്. Sports club of your school has conducted a seminar on the topic the importance of yoga in daily life. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് in connection with International Yoga Day, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സെമിനാർ റിപ്പോർട്ടാണ് വെക്കേണ്ടത്. സോ അപ്പോൾ നിങ്ങൾ അതിനെ പറ്റിയിട്ട് യു ഹാവ് ഓൾറെഡി കണ്ടക്റ്റഡ് സെമിനാർ, ഒരു സെമിനാർ നടന്നു ആ ഒരു ടോപ്പിക്കിൻ്റെ ബേസ് ചെയ്തിട്ട്. സോ യു ജസ്റ്റ് ഹാവ് ടു ക്രിയേറ്റ് എ സെമിനാർ ടോപ്പിക്. അപ്പോൾ ടൈറ്റിൽ ഇസ് എ വെരി നെസസറി തിങ്. ടൈറ്റിൽ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കംസ് വാട്ട്, ഏത് ടോപ്പിക്കിലായിരുന്നു സെമിനാർ നടന്നത്, ഓൺ വാട്ട് ഡേ, അറ്റ് വാട്ട് ടൈം, ആൻഡ് ഹൂ വാസ് ദി സ്പീക്കർ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സെമിനാർ റിപ്പോർട്ടിൽ ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ്. ഇനി നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത കാര്യങ്ങളാണ് വാട്ട് ഓൾ പോയിന്റ്സ് വർ ഡിസ്കസ്ഡ് ഇൻ ദാറ്റ് സെമിനാർ. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആ സെമിനാറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. All these things should be discussed, and towards the end innadakka parna it was concluded, and it was such a treat, allengi it was a highly informative thing for the things for the people and the party. You can just conclude it. All right, so I hope that one is also clear for you. And we'll just go for the next one. Answer these questions. We are almost there at the end of one question paper. This is of a large essay one, 8 marks in the both questions will be having 16 marks. Okay, answer any 2 questions from 29 to 31. 29 മുതൽ 31 വരെയുള്ളതിൽ ഏതെങ്കിലും രണ്ടെണ്ണമാണ്. ആ ക്വസ്റ്റ്യൻസ് വായിക്കാൻ മറന്നു പോരുത്. ഇപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു പാറ്റേൺ, ഐ മീൻ ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാണ്. യു വിൽ നോട്ട് ബി റൈറ്റിംഗ്, നിങ്ങൾ ഈ നേരത്തെ സാധനങ്ങളൊന്നും ബോധറായിരിക്കില്ല. 29 തൊട്ട് 31 വരെയുള്ളതെങ്കിൽ അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനേ പറ്റുള്ളൂ. ബട്ട് യു വിൽ ബി ജസ്റ്റ് റൈറ്റിംഗ് 3. അപ്പോൾ നിങ്ങളുടെ സമയമാണ് അവിടെ പോകുന്നത്. ഓക്കെ, പ്ലീസ് ഡു കീപ് ഓൾ ദോസ്. അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. യു ഹാവ് ബീൻ റൈറ്റിംഗ് ദീസ് എക്സാംസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഇയർ. തുടക്കം മുതൽ എഴുതിയിട്ടും യു ആർ നോട്ട് യൂസ് ടു ദോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സച്ച് എ കെയർലെസ്നെസ്. നിങ്ങളുടെ സമയം പോകും, യു വിൽ ലൂസ് യുവർ മാർക്സ്. സോ പ്ലീസ് ബി വെരി കെയർഫുൾ അബൌട്ട് ദീസ് തിങ്സ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇസ്, ലൈഫ് ഓൺ എർത്ത് ഇസ് അറ്റ് ദി എവർ increasing risk of being wiped out by disaster, such as sudden global nuclear war, a genetically engineered virus, or other dangers we have not yet thought of. It's by Stephen Hawking. Write an essay on the topic disaster and disaster management in the light of the above statement. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുള്ള ഇറ്റ് ഡീൽസ് വിത്ത് ടെക്നോളജി, അതിൻ്റെ ഇൻവെൻഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ബേസിൽ വരുന്ന ഡിസാസ്റ്റേഴ്സ്. ഇനി നമുക്കപ്പോൾ അതിൽ വരേണ്ട, നമുക്കിവിടെ ഒരു എസ്സേ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻ എസ്സേ, ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ. ഓക്കെ, എസ്സേ ഷുഡ് ഹാവ് എ ടൈറ്റിൽ, ഇറ്റ് ഷുഡ് ഹാവ് എൻ ഇൻട്രോ. എന്തിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ആൻഡ് ദെൻ യു ക്യാൻ ജസ്റ്റ് ഡിവൈഡ് ദാറ്റ് ഇൻടു സബ് ടോപ്പിക്സ്. അപ്പോൾ ആദ്യം നിങ്ങൾ സംസാരിക്കുക, ഇറ്റ് ക്യാൻ ബി അബൌട്ട് ഡിസാസ്റ്റേഴ്സിനെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാം. അത് ദാറ്റ് ക്യാൻ ബി വൺ സബ് ടോപ്പിക്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ്ങിൽ നിങ്ങൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊടുക്കാം. അതിൽ തന്നെ യു ക്യാൻ ജസ്റ്റ് ഗിവ് ഡിഫറെൻറ്റ് സബ് ഹെഡിങ്സ്. Okay, അപ്പോൾ subheadings and points should be there in connection with these topics. Points നിർബന്ധമായിട്ടും അവിടെ പ്ലേസ് ചെയ്തിരിക്കണം. And then next comes the conclusion part. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ് ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ കോഡ്സ് ഒക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെയും അല്ലെങ്കിൽ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ലൈഫിൽ അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊക്കെ നടന്നിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും യു ക്യാൻ ജസ്റ്റ് പ്രൊഡ്യൂസ് ഇറ്റ്. ന്യൂക്ലിയർ ഫിഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഡിസാസ്റ്റേഴ്സും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, നമ്മൾ ഫ്ലഡൊക്കെ നമ്മൾ നേരിട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എന്താണ് ഡിസാസ്റ്റർ, എക്സാമ്പിൾസ് കൊടുക്കാം. എങ്ങനെ ഡിസാസ്റ്റർ, ഹൗ ക്യാൻ ഇറ്റ് ബി മാനേജ്ഡ്. ഫ്ലഡൊക്കെ നമ്മളിപ്പോൾ വി ആർ ലൈക്ക് എക്സ്പേർട്സ്, കാരണം നമ്മൾ വി ആർ എക്സ്പീരിയൻസിങ് ഇറ്റ് ഈച്ച് ആൻഡ് എവറി ഇയർ. ആൻഡ് നമുക്ക് വി ഹാവ് ഗോട്ട് എ പാൻഡമിക്, ലാൻഡ് സ്ലൈഡ്, സംതിങ് റിലേറ്റഡ് ടെക്നോളജിക്കലി വരുന്ന ഡിസാസ്റ്റേഴ്സ്, അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് ഹാവ്
all these things, intro ഉണ്ടാവണം, titles ഉണ്ടാവണം, introduction ഉണ്ടാവണം, subtopics, points to support all the statements, and towards the end you should also give conclusions. അതിനിടയ്ക്ക് if you are familiar with the chords, you can just include chords of different personalities too. Okay, so that's all what you have to do for an essay. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ essay മുന്നോട്ട് പോകാൻ. All right. Then next comes Gandhian strategy. It's also like a speech. It is also having 8 marks. The exclusive mantra for solving problems of the modern society. Prepare a script of the speech to be delivered on Gandhi Jayanti Day. So Gandhi Jayanti, October 2nd. അന്ന് നിങ്ങൾക്ക് പറയാനുള്ള സ്ക്രിപ്റ്റ് സ്പീച്ച് ആൻഡ് ആ ഒരു സ്പീച്ച് എങ്ങനെയാണെന്നാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ മെയിൻ ഐഡിയ ദറ്റ് ഗാന്ധിയൻ സ്ട്രാറ്റജി, the exclusive mantra of solving problems of the modern society. അപ്പോൾ ഗാന്ധിയൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് how can we solve most of the problems of modern society? ആ കാര്യത്തിൽ it should be stressed. ആ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പോവുക. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സ്ട്രെസ്സായി പോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it should be like അഹിംസ. മറ്റേ ഒരു കാരണം കാണിക്കുന്നവന് മറ്റേ കാരണം കൂടെ കാണിച്ചു കൊടുക്കാന്നുള്ള ആ ഒരു തത്വം it should be just mentioned. അതായത് അഹിംസ, അല്ലെങ്കിൽ we don't have to go for the way of violence, non violence എന്നുള്ള കാര്യം അഹിംസ. ആൻഡ് വാട്ട് ഓൾ വർ ദ എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് he just demanded for, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ പ്രാക്ടീസ്ഡ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജീസിൽ പറയുന്നുണ്ട്. മോഡേൺ സൊസൈറ്റി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്ക് എല്ലാം പുറത്തുനിന്ന് വേണം അല്ലേ. വി ജസ്റ്റ് വാണ്ട് ടു വിയർ എന്താണ് ഫോറിൻ ഡ്രസ്, ഫോറിൻ തിങ്സ്, ഫോറിൻ പെർഫ്യൂംസ്, എന്താണെങ്കിലും നമുക്ക് പുറത്തുനിന്നെല്ലാം വേണം. വി ആർ നോട്ട് റെഡി ടു ഡു എനിത്തിങ് ബൈ ourselves അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഗാന്ധിയൻ ഐഡിയാസിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് പ്രൊഡ്യൂസ്ഡ്. ആ ഒരു സ്പീച്ചിൽ തുടക്കം മുതലേ ഗാന്ധിജി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് മാത്രമല്ല പറയേണ്ടത്. ഇറ്റ് ഷുഡ് ഹാവ് എ പ്രോപ്പർ ഇൻട്രഡക്ഷൻ. നിങ്ങൾ ഗാന്ധി ജയന്തി ദിനത്തിലാണ്, സോ യു ക്യാൻ ജസ്റ്റ് വിഷ് എവ്രി വൺ ദാറ്റ് ദിസ് ഇസ് ദ ഡേ ഗാന്ധി ജയന്തി. ആൻഡ് ഇൻ കണക്ഷൻ വിത്ത് ദാറ്റ് നിങ്ങൾക്ക് ഒരു ഗാന്ധിജിയുടെ കോട്ടൊക്കെ വെച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ദി സ്പീച്ചാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഓൾസോ ഹാവിങ് എ ഫോമാറ്റ്, സല്യൂട്ടേഷൻ ഓർ അഡ്രസ്സിങ് ദ പീപ്പിൾ. ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം. പീപ്പിളിനെ അഡ്രസ്സ് ചെയ്യുക. ഇഫ് സമൺ ഇസ് ദർ അവരെ അഡ്രസ്സ് ചെയ്യുക. And then you have to start with an introduction with a quote, anything as you like. Then next comes the content part. അവിടെയാണ് നമ്മുടെ ഈ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് it can be contributed to the modern society. It should be placed, and towards the end you can just wish people, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞാൽ we can solve almost all the problems which are there in our society എന്നൊക്കെ പറഞ്ഞിട്ട് you can just conclude the speech. Hope this much is clear for you, dears. മാർക്ക് കുറയുമോ പേടിയാവുന്ന ക്രിസ്മസ് എക്സാമിൽ മാർക്ക് കുറഞ്ഞാണ്. മിസ്സിന് കമൻസ് കാണാൻ പറ്റും ആർക്കെങ്കിലും എൻ്റെ കമൻസ്? ഡെഫിനറ്റ്ലി ഐ ക്യാൻ സീ യുവർ കമൻസ് നൗ. ആൾ റൈറ്റ്. സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ചാപ്റ്റർ വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോന്നോ? സെമിനാർ, യാ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ പാരഗ്രാഫ്, ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഐ ഹാവ് ഡിസ്ക്രൈബ്ഡ് സം പോയിന്റ്സ്, റൈറ്റ്? അപ്പോൾ ആ പോയിന്റ്സ് ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ്. ഓൾ റൈറ്റ്. അപ്പം യാ ഐ ക്യാൻ സീ യുവർ കമൻസ് നൗ. All right, so don't worry. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. യു ഹാവ് ഗോട്ട്, നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ആയി വർക്ക്ഔട്ട് ചെയ്യുന്നു, നിങ്ങൾ ആദ്യം മുതൽ നിങ്ങൾ യു ആർ ജസ്റ്റ് ഡൂയിങ് ദാറ്റ്. ക്രിസ്മസിന് മാർക്ക് വന്നു വിചാരിച്ചു ഡോണ്ട് വറി, യു ആർ ഹാവിംഗ് മോഡൽ എക്സാംസ് അല്ലേ. മോഡൽ എക്സാംസ് ഇനിയുണ്ട്. യു ക്യാൻ ഹാവ് ദ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് യു ആർ റൈറ്റിംഗ് ദി എക്സാം. നിങ്ങളുടെ മനസ്സിൽ യു ആർ റൈറ്റിംഗ് ദി എക്സാംസ്. സോ യു ജസ്റ്റ് ഹാവ് ടു ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു പാറ്റേൺ അങ്ങ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈസി ഫോർ യു. ആൻഡ് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ പാഠം അത്രയ്ക്ക് അങ്ങോട്ട് ഒഴിവാക്കേണ്ട, ബിക്കോസ് ഇറ്റ് ഇസ് ഹാവിങ് ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജി അല്ലെങ്കിൽ ഡിസാസ്റ്റർ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ചാപ്റ്റർ അവിടെ വരുന്നുണ്ട്. സോ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്, ഒന്ന് റീഡ് ചെയ്ത് വിടുക. യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു ഗെറ്റ് ദാറ്റ്. അത്ര ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്റർ എന്നല്ല. ഐ തിങ്ക് ഇറ്റ്സ് ബിറ്റ് ലെങ്തി, ബട്ട് സ്റ്റിൽ നിങ്ങൾ എക്സാമിന് തലേദിവസം ഒന്നും ഇരുന്ന് അത് വായിച്ചു കഴിഞ്ഞാൽ റെഡി ആവില്ല. ബട്ട് സ്റ്റിൽ വെൻ യു ആർ ഗെറ്റിംഗ് സം ടൈം കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. സോ യു വിൽ ഗെറ്റ് ദ പോയിന്റ്സ്. എന്തൊക്കെയാണ് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ലൈഫിൽ ഒരു ഓർഡറിലാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഒരു കഥ പോലെ ഓർത്തുന്ന ജസ്റ്റ് ഇമാജിൻ ഹിം ആസ് എ പേഴ്സൺ ദാറ്റ് യു നോ, നിങ്ങൾക്ക് ഭയങ്കര ഫെമിലർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലൊരു ചേട്ടൻ്റെ ലൈഫിൽ ഇത്രയും സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കില്ലേ? അതുപോലെ തന്നെ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ദെൻ ഇറ്റ് ഇസ് സിമ്പിൾ. ഓൾ റൈറ്റ്. സോ അപ്പം ഓക്കെ അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? വി ഹാവ് ഓൾമോസ്റ്റ് finished all our questions. Towards last question. Okay, last നമുക്ക് യാതൊരു പരിചയമില്ലാത്തൊരു പോയിന്റ് നമുക്ക് കൊണ്ടുതരും. അപ്പോൾ അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാനായിരിക്കും നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഒന്നുമില്ല, ആദ്യം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടാവും ഒരു ടൈറ്റിൽ ഉണ്ടാവും, ഹിസ് ജേർണി ജസ്റ്റ് ബിഗൻ. എലി ബ്രൺമാൻ്റെ ആണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട രീതിക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്.
ഒരു പ്രാവശ്യം ചിലപ്പോൾ വായിച്ചു എന്ന് വിചാരിച്ച് ചിലപ്പോൾ കിട്ടിക്കണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പരിപാടിയൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, don't think of him as gone away, his journey just began. Life holds so many facets, this earth is only one. Just think of his as resting from the sorrows and tears in place of warmth and comfort, were there no days and years. Think how he must be wishing that we could know today how nothing but our sadness can really pass away. And think of him as living in the hearts of those he touched, for nothing loved is never ever lost, and he was loved so much. അപ്പോൾ ഇവിടെ എന്താ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് റിലേറ്റഡ് ടു ദി തീം ഓഫ് ഡെത്ത് ദ ലെവലർ, അല്ലേ? മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെത്ത് ദ ലെവലറുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. അവിടെ തന്നെ നോക്കി, ഡോണ്ട് തിങ്ക് ദറ്റ് he of him has gone away. അവൻ ഒരുപാട് ദൂരത്ത് പോയെന്നൊന്നും വിചാരിക്കേണ്ട, മരിച്ചുപോയി അങ്ങ് ഒരുപാട് എത്തിപ്പോയി എന്നൊന്നും വിചാരിക്കേണ്ട. His journey has just begun. So it talks about after life. ഭൂമിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ പീരീഡ് ഓഫ് ലൈഫ് ഹിയർ, ആൻഡ് അതിനുശേഷവും വി ആർ ഹാവിങ് ലൈഫ് ആഫ്റ്റർ ദാറ്റ്. അപ്പം ഇത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു 1-2 പ്രാവശ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് ദ പോയംസ് ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ്. അപ്പം ഒരു കാര്യം ഉറപ്പിച്ച് വെച്ചോളൂ, അതായത് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ ഇൻ കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു തീമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയംസ് ആയിരിക്കും മോസ്റ്റ് പ്രോബബിളി നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുക. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ പഠിച്ച പോയമിൻ്റെ ഏതെങ്കിലും ഒരു പോയമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ഓൾമോസ്റ്റ് ഹാവ് ദി സെയിം തിങ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ച് വെക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ അപ്രിസിയേഷൻ ആണ് ടുവേർഡ്സ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഓഥർ വാട്ട് ഇസ് ദ മെയിൻ തീം ഓഫ് ദിസ് എന്നുള്ള കാര്യം പറയാം. ആൻഡ് ടുവേർഡ്സ് ദി നെക്സ്റ്റ് പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോഴേക്കും you should describe the paragraph, I mean stanza given there. ഇവിടെ തന്നിട്ടുള്ള stanza it should be described, and then towards the last എന്ത് ചെയ്യാം, നിങ്ങൾക്ക് poetic devices if you are able to identify, you just identify the poetic devices. Rhyme scheme ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. What is the tone of the music, I mean tone, ഏത് ടോൺ ആണ്, എന്നാൽ ഒരു മോൺഫുൾ ടോൺ അല്ലെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് എ മെലാങ്കലിക് പോലെയൊക്കെ പോകുന്ന ഒരു ടോൺ ആണുള്ളതെങ്കിൽ you can just produce that, and finally towards the end just conclude the appreciation. All right, so we just have 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എഴുതുന്ന ഒരു പേപ്പർ which is finished within 30 to 40 minutes. Okay, അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Shall we just move on to the next? അടുത്തതിലേക്ക് പോയാലോ? എന്താണ് അവസ്ഥ? അപ്പോൾ ഇത്രയും പറഞ്ഞതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ വിൽ ജസ്റ്റ് ഗോ ഫോർ another ഫോർമാറ്റ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റും കൂടി കിട്ടുമ്പോഴേക്കും യു വിൽ ബി thorough with the format. നിങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബിഗിനിങ്ങിലേക്കുള്ള സാധനങ്ങൾ കൺഫ്യൂസിങ് ആയപ്പോഴാണ് നിങ്ങളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല എന്നൊക്കെ തോന്നാം. ബട്ട് ഇഫ് യു ആർ വെരി കോൺഫിഡൻറ്റ്, ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ഇസ് സിമ്പിൾ. ഈവൻ ദോ യു ഹാവിങ് ലോട്ട് ഓഫ് തിങ്സ് ടു റൈറ്റ്, ടൈം മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് വളരെ സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും. Alright, and if you're very thorough with the stories, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാറ്റേഴ്സ് പ്രസന്റ് ചെയ്യാൻ പറ്റും. Alright, so shall we just go for the next one? Alright, അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് വീണ്ടും നമ്മൾ ആ ഒരു പാറ്റേണിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. So our pattern is like, ഇവിടെ നോക്കിയേ, യങ് ഫ്രണ്ട്സ്, this is another pattern. അപ്പോൾ ഈ ഒരു പാറ്റേൺ കാണുമ്പോഴും what you have to think is, ഇവിടെ നിങ്ങൾ ആകെപ്പാട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the thing that you have to consider is just understand the ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം it should be identified. ആദ്യത്തെ ഒരു വായനയിൽ തന്നെ you should identify what is it, അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ എന്നാണ് പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ഒരു പോയിന്റ് യങ് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയും കൂടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് you will get an idea. Let me discuss with you how you can be unique. I have so far met 15 million youth in a decade's time. I learned every youth wants to be unique. That is you. But the world all around you is doing its best day and night to make you just everybody else. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. It talks about youth, bringing up youth, യുവതലമുറയെ വാർത്തെടുക്കുന്നതിനെ പറ്റിയാണ്. So it can none other than be Dr. APJ Abdul Kalam, alle? So the first question itself is answered now. Who is the speaker? It is Dr. APJ Abdul Kalam. Okay, next comes, okay, what does every youth want to be? എല്ലാ യൂത്തിനും എന്താ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതാ. The answer is every youth wants to be unique. Okay, next comes, what is the world around us doing? നമ്മുടെ ചുറ്റുമുള്ള വേൾഡ് എപ്പോഴും എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ജസ്റ്റ് മേക്കിംഗ് us everybody else. നമ്മളെ എല്ലാവരെയും പോലെ ഒട്ടും യുണീക്ക് ആവാൻ സമ്മതിക്കാണ്ട് നമ്മളെ എപ്പോഴും മറ്റുള്ളവരെ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് the world around us is trying. Then pick out the word from the passage that means a period of
10 years. Absolutely very simple ആണ്. പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ് 10 ഇയേഴ്സിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡെക്കേഡ്സ് ടൈം. ക്ലിയർ അല്ലേ? Fine, we'll just go for the next part. Okay, one poem is given. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി മനസ്സിലായി. ഒരു പാരഗ്രാഫ് ആണെങ്കിൽ അടുത്തത് പോയം ആയിരിക്കും. അടുത്ത പോയത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? The glories of a blood and state are shadows, not substantial things. There is no armor against fate. Death lays its icy hand on kings. Scepter and crown most tumble down, and the dust be equal made with the poor crooked skitty and spade. കേട്ടു. അപ്പം തന്നെ മനസ്സിലായി, ഡെത്തിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇറ്റ് ഇസ് ഫ്രം ഡെത്ത് ദ ലെവലർ. സോ ഐഡന്റിഫൈ ദ പോയമാണ് പറഞ്ഞിട്ടുള്ളത്, ഡെത്ത് ദ ലെവലർ. ഇനി നൗ നെക്സ്റ്റ് വൺ പറഞ്ഞിട്ട് എന്താ? വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. എല്ലാ കാലവും നിലനിൽക്കാത്തത്. വാട്ട് ആർ ദോസ് തിങ്സ്? ദി ഗ്ലോറീസ് ഓഫ് എ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ പൊസിഷനോ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണെങ്കിൽ ബ്യൂട്ടിയോ ഒന്നും ഒരിക്കലും കാലാകാലം നിലനിൽക്കില്ല അല്ലേ? നമ്മൾ അല്ലാത്ത സമയത്ത് ഒരു നമ്മുടെ ടീനേജിലൊക്കെ ഭയങ്കര ഒരുങ്ങി അടിപൊളിയായിട്ട് നടക്കാം. വാട്ട് ഇഫ് വി ആർ ഗെറ്റിംഗ് ആൻ ആക്സിഡന്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പ്രായമായി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞു, ആ ബ്യൂട്ടി വിൽ ദാറ്റ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം? നോ. അതുപോലെ തന്നെയാണ് ഓരോ പൊസിഷൻസും, അതുപോലെ തന്നെയാണ് ദ പോപ്പുലാരിറ്റി ദാറ്റ് വി ആർ ഹാവിംഗ്. Alright, so that is the second one's answer. Death lays his icy hands on the kings. Identify the figure of speech. രാജാക്കന്മാരുടെ മേലെ ഡെത്ത് അതിന്റെ തണുത്ത കൈകൾ കൊണ്ടുവെക്കുന്നു. Is it like this hand? ഒരു തണുത്ത കൈ അവിടെ കൊണ്ടുവെക്കുന്നു എന്നാണോ? No. Death will reach everyone. അപ്പൊ അതിന് പകരം ഇറ്റ് ഇസ് personified. Death is personified. കൈ കൊണ്ടുവെക്കുന്നു. ഒരു മനുഷ്യന്റെ കൊണ്ടുവെക്കാനുള്ള അത്തരത്തിലൊരു കഴിവിനെയാണ് ഇറ്റ് ജസ്റ്റ് മെൻഷൻഡ്. ഡെത്ത് ലേസ് ഇറ്റ്സ് ഐസി ഹാൻഡ്സ് ഓൺ ദ കിങ്സ്. കൈ കൊണ്ടുവെക്കുന്നു. സോ ഇറ്റ്സ് പേഴ്സണിഫിക്കേഷൻ, ഗിവിംഗ് പേഴ്സണൽ ആട്രിബ്യൂട്ട്, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇനാനിമേറ്റ് തിങ്സ്. Okay, so it's personification. And then cite an example for metonymy. Metonymy എന്താണ്? I hope that one is also real, clear for you. Scepter and crown. This one is a metonymy and this one is also metonymy, which means two opposite things. രണ്ടും ഒരു തരത്തിലും ചേരാത്ത കുറച്ച് സാധനങ്ങളെ കൊണ്ടുവെക്കുക. Okay, and അതിനെയാണ് it is called as metonymy, scepter and crown. All right, so that is done, and now we will go for the next one. ഇതൊക്കെ കുറച്ച് സ്പീഡിൽ പോകുന്നത് because all these things are already known to you. Okay. Yes, very good, very good. Glory is a personification. Yeah, all of you are saying the answers. Very good, done. So next ലേക്ക് പോവാം. It's again നമ്മുടെ എന്താണ് സ്വാഭാവികമായിട്ടുള്ള answer the three following things. Your best friend is addicted to mobile phones. Advise him or her on the need to use mobile phones judiciously. അത്യാവശ്യത്തിന് മാത്രം അല്ലെങ്കിൽ നല്ല രീതിക്ക് മാത്രം മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്. സോ അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ വാട്ട് വിൽ ബി ദാറ്റ്? അഗെയിൻ ഇറ്റ്സ് ലൈക്ക് അഡ്വൈസ് കൊടുക്കുന്നു. അപ്പോൾ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് വി ആർ യൂസിങ് ഇഫ് ക്ലോസ്. നീ നന്നായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇന്നത് പറ്റും. ഓക്കെ, സോ വാട്ട് ഇഫ് അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ 3 ഫോർമാറ്റ്സ് യു ഷുഡ് ബി വെരി തറോ വിത്ത് ഇറ്റ്. അപ്പോൾ നോക്കിയേ, ഇഫ് യു ഡോണ്ട് യൂസ് മൊബൈൽ phones judicially, you may lose. If you don't, if plus subject plus V1 form, it should be converted to may, will, may, can or plus V1 form. All right, if you don't use mobile phones judiciously, you may lose your eyesight. ഓക്കെ, അപ്പം ഒരു കാര്യം എപ്പോഴും ഓർത്തിരുന്നുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് എഴുതി വെക്കരുത്. ഇറ്റ്സ് ടു ചെക്ക് വെദർ യു ആർ ഏബിൾ ടു യൂസ് ഇഫ് ക്ലോസ് പ്രോപ്പർലി. ഇഫ് ക്ലോസ് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അല്ലാണ്ട് അയ്യേ നിങ്ങൾക്ക് ഒരു ഉപദേശം കൊടുത്തേക്കാം, ഒരു രസമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് തരുന്നിരുന്ന ഒരു പണിയല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യൂസിങ് ഇഫ് ക്ലോസ്. ഇനി നെക്സ്റ്റ് വൺ എന്താ പറയാം? ഇനി ഇഫ് യു ഡോണ്ട് യൂസ് മൊബൈൽ ഫോൺസ് ജുഡീഷ്യസ്ലി വാട്ട് വിൽ ഹാപ്പൻ? അടുത്തോട്ട് കൊടുക്കാം, യു മേ ലൂസ് ദോസ് precious moments. You will lose your time. നിങ്ങളുടെ സമയവും നിങ്ങൾ കളഞ്ഞേക്കാം. ഒരുപാട് സമയം നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കുന്നതായിട്ട് വരാം. സോ യു ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. നിങ്ങളുടെ ഇഫ് ക്ലോസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ഇറ്റ് വെരി ക്ലിയർലി. ഇനി നോക്കിയേ, and the 1,000 on board and did security feel, and for no eye saw death as he stood at the wheel. Elaborate the idea presented in these lines. എന്താ അവിടെ നടക്കുന്നത്? ആ ടൈറ്റാനിക്കിൽ ആ ഷിപ്പ് നമ്മുടെ ക്യാപ്റ്റൻ സ്മിത്ത് നിന്നിട്ടുള്ള ആ ഒരു ഭാഗത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? ഇറ്റ് ഈസ് ദി ഗ്ലോറിയസ് ഡിപ്പാർച്ചർ ഓഫ് ടൈറ്റാനിക്. അതിൻ്റെ ലാസ്റ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ലൈനാണ് അവിടെ വരുന്നത്. എല്ലാവരും ദേ വർ വെരി ഹാപ്പി. ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഷിപ്പായിരുന്നു. ആൻഡ് നൺ ഓഫ് ദം ഹാവ് സീൻ
ഇവർ കുറച്ചും കൂടെ അങ്ങ് സഞ്ചരിച്ച് കഴിയുമ്പോഴേക്കും ദേ ആർ അബൌട്ട് ടു ഡൈ എന്നുള്ളൊരു ഫീലിംഗ് നൺ ഓഫ് ദം ഹാവ് ഗോട്ട്. ആർക്കും അത്തരത്തിലുള്ളൊരു ഫീലിംഗ് ഒരു തരത്തിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദ റീസൺ വൈ വാസ് ദാറ്റ് ദ വീൽ വാസ് ദർ, ഹി സ്റ്റുഡ് അറ്റ് ദ വീൽ and the captain was there at it and death was actually waiting for them. And it is all about that. അപ്പോൾ ഈ ഒരു ഐഡിയ എന്താണ് അവിടെ വന്നിട്ടുള്ള ഐഡിയ എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യണം. എന്താ ഒരു ഐഡിയ? മരണം ഇവർക്ക് കുറച്ച് അകലെ ഒരു 2-3 മണിക്കൂറുകൾക്ക് ശേഷം മരണം അവരെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടെന്നുള്ള കാര്യം none of them has knew. Okay, so that's it. Then he even gnawed at the dried pieces of eggshell. Who is he referred to here and how did he do? Well, I'm sorry, what did he do? ഇവിടെ നോക്കിയേ, he even gnawed the dried pieces of eggshell എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവന് കിട്ടിയ മറ്റേ എന്താണ് ഏറ്റവും ഉണങ്ങി ആയിട്ടില്ലായ ഡ്രൈഡ് എഗ്ഷെൽ പോലും അവൻ ഇങ്ങനെ പിടിഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെരുക്കുകയായിരുന്നു. അവിടുന്ന് തന്നെ കേട്ടപ്പോഴേക്കും മനസ്സിലായല്ലോ എഗ്ഷെൽസിന്റെ കാര്യം കേട്ടപ്പോഴേക്കും. ഹൂ ഇസ് ദ വൺ? ആരാ നമ്മുടെ ഇവിടെ ഹീ റെഫർ ടു ആസ്? ഹൂ ഇസ് ദ വൺ? യെസ്, വെരി ഗുഡ്, ഇറ്റ്സ് എ സീഗൾ. വെരി ഗുഡ്, വെരി ഗുഡ് അലീന. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ഹി ഡു? വാട്ട് ഇസ് ഹി ഡൂയിങ്? എന്താ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് what is he doing? He was actually, what was the seagull doing from there? He was not able to fly. He was not able to even try that. അവൻ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു, but still he was not able to do anything. അതായിരുന്നു that was what the seagull was doing from there. സിമ്പിൾ ആൻസേഴ്സ് ആണ് ഇവിടെയൊക്കെ, അധികം ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ല. മാക്സ് ബിബോം does not prefer to go out for a walk. Do you think walking is a good physical exercise? Why? നമ്മുടെ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. നോട്ട് എ സ്റ്റേറ്റ്മെന്റ്, അവിടെ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് വാട്ട് യു തിങ്ക്? വാക്കിംഗ് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് ഇസ് ഇറ്റ് എ ഗുഡ് ഫിസിക്കൽ എക്സസൈസ്? യു ഹാവ് ടു ഗിവ് യുവർ ഒപ്പീനിയൻസ്. ഇനി നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ യെസ്, ഐ മീൻ വൈ, എന്തുകൊണ്ട്, നോ എന്നാണെന്നുള്ളതെങ്കിൽ യു ഹാവ് ടു പ്രൊഡ്യൂസ് ദാറ്റ് വൺ ടു. ഓക്കെ ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ അത്രയേ ഉള്ളൂ. അത് വാക്കിംഗ് ദാറ്റ് ഈസ് അപ് ടു യുവർ imagination, your thinking skills. And okay, this is about the next question. Maggie sent a card with a black border to Mr. Gupta to inform him about her brother's death. How could she have written, and what could she have written the card? Maggie ഒരു ലെറ്റർ എഴുതുകയാണ് മിസ്റ്റർ ഗുപ്തയ്ക്ക്. What all things can be there in that letter? എന്തൊക്കെയായിരിക്കും? ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു കാർഡാണ് എഴുതുന്നത്. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ലെറ്റർ. അപ്പോൾ എന്താണ്? ഇറ്റ്സ് ഓൾമോസ്റ്റ് എ ഇൻഫോർമൽ ലെറ്റർ അല്ലേ, ഫ്രണ്ട്ലി ആണ് മിസ്റ്റർ ഗുപ്തയ്ക്ക് ആയിട്ട്. സോ ഷീൽ ബി ജസ്റ്റ് റൈറ്റിംഗ് അവളുടെ അഡ്രസ് വിതൗട്ട് നെയിം, ഇറ്റ് ഷുഡ് ബി ദർ, ആൻഡ് ദെൻ ഡേറ്റ് വിൽ ബി ദർ, ആൻഡ് ഡിയർ ഗുപ്ത അല്ലെങ്കിൽ ഡിയർ എന്താണോ, ആൻഡ് ദെൻ ഷീൽ ജസ്റ്റ് ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്ന് പറഞ്ഞിട്ട് ഷീൽ ജസ്റ്റ് സ്റ്റാർട്ട്. ആൻഡ് ടുവേർഡ്സ് നെക്സ്റ്റ് പാരഗ്രാഫ് ഷീൽ ബി ജസ്റ്റ് മോർണിംഗ് അബൌട്ട് ഹർ brother's death. അപ്പം എൻ്റെ ബ്രദർ ഇങ്ങനെ മരിച്ചുപോയി, ആൻഡ് ഐ ഫീൽ റിയലി ലോൺലി ആൻഡ് ഹാവ് മൈ മദർ ടു ടേക്ക് കെയർ ഓഫ്, ആൻഡ് ഷീ ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്, ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ക്യാൻ ഐ ജസ്റ്റ് ഡീൽ വിത്ത് ഓൾ ദീസ് തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷീൽ ബി ജസ്റ്റ് ഇൻഫോമിങ് ദി തിങ്സ് വാട്ട് ഷീ ഈസ് ഗോയിങ് ത്രൂ. ആ കാര്യങ്ങളൊക്കെ പറയും. ആൻഡ് ഷീൽ ബി ജസ്റ്റ് ആസ്കിങ് ഹിം, അപ്പം എൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ ക്യാൻ യു പ്ലേസ് സം ഫ്ലവേഴ്സ്, നിങ്ങൾക്ക് അവിടെ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ, എനിക്കൊരു ലെറ്റർ തിരിച്ചെഴുതാനൊക്കെ പറ്റുമോ എന്നായിരിക്കും. ദ കാർഡ് കുഡ് ഹാവ് ജസ്റ്റ് ഹാഡ് such a thing. ഒരു പക്ഷേ അങ്ങനെ ഒരു കാര്യമായിരിക്കാം, അങ്ങനെ ഒരു ലെറ്റർ ആയിരിക്കാം അവൾ എഴുതുന്നത്. സോ ദി കാർഡ് ഇസ് ലൈക്ക്, ഇറ്റ്സ് ലൈക്ക് എ കാർഡ് എന്ന് പറയുമ്പോഴും ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഇൻഫോർമൽ ലെറ്റർ. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിന്റെ ഭാഗം എന്ന് പറയുമ്പം ഷുവർ സ്പീഡ് ഒക്കെ ആക്കാം കേട്ടോ. സോ ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെയിം വേണ്ട അവിടെ, നിങ്ങളുടെ ഫ്രം അഡ്രസ്സിൽ യു ഡോണ്ട് ഹാവ് ടു ഗിവ് ദ നെയിം, ജസ്റ്റ് ദി അഡ്രസ്, ദെൻ കംസ് ദി ഡേറ്റ്, then dear, then forms the content, and then we are going for the next. Okay, then towards the end all these things should be placed near to the margin. Last like varumbekum you just have to conclude it. Yours lovingly ennu parante you just conclude it. All right, we are just going for the next one. If thou wilt read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods and hills, not tears dim the sweet look that nature wears. What message does the poet convey? അപ്പോൾ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്യം വേർഡ്സ്വർത്തിന്റെ പോയമാണ്. സോ വാട്ട് ഡസ് ദീസ് സ്റ്റാൻസസ് മീൻസ്? എന്ത് മെസ്സേജാണ് കിട്ടുന്നത്? ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സ്ലീപ്പ് ജസ്റ്റ് ഗോ ടു നേച്ചർ, ഐ മീൻ ആ ഒരു നേച്ചറിലേക്ക് പോകൂ എന്നുള്ള ഒരു തീമാണ്. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഗെറ്റിംഗ് കൺവേ ത്രൂ ദീസ് ലൈൻസ്. Okay, and thy heart from fainting and thy soul from sleep, to go to the woods and hills, not tears dim the sweet look at the nature wears. Okay, അപ്പോൾ നേച്ചറിന്റെ ഇൻഫ്ലുവൻസ് ഓൺ പേഴ്സൺസ് സോൾ ആസ് വെൽ as mind. എന്നെ നോക്കിയേ,
It's again of some giving some instructions. Imagine that you're head of a tour guides in Kadavu, and what all will be the instructions given by you. നിങ്ങൾ കണ്ടാവൂലെ ടൂർ ഗൈഡാണ്, അവരുടെ ഒരു ഗൈഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നിങ്ങൾ? അപ്പം ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ഡൂസ് ആൻഡ് ഡോൺസ്. ചെയ്യരുതാത്ത കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളും യു ഷുഡ് ജസ്റ്റ് പ്രൊഡ്യൂസ് ഇറ്റ് ലൈക്ക് വൈസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയുന്ന പോലെ യു ക്യാൻ ജസ്റ്റ് സേ, because you know the chapter. അപ്പോൾ അവിടെ ചെയ്യരുതും അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങരുത്, ഐലൻഡിലേക്ക് ഇറങ്ങരുത്, യു മേ ഗെറ്റ് കോട്ട് ബൈ ദീസ് പീപ്പിൾ, അല്ലെങ്കിൽ ഓൾ ദീസ് തിങ്സ് ആർ ബീങ് ഡൺ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം യുവർ ഡൂസ് ആൻഡ് ഡോൺ ഷുഡ് ബി, ദ ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്ലേസ്ഡ്. ഇനി നെക്സ്റ്റ് കംസ് എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് ആണ്. ദ സീഗൾ എഡിറ്റിംഗ് പാസേജ് ആണ് വന്നിട്ടുള്ളത്. ദ സീഗൾ was not confident to flying. It is his mother who helped him at least, and after make his first flight he realized his strength. So can you identify the major things, major mistakes? എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള മേജർ മിസ്റ്റേക്സ്? ഫ്ലൈയിങ് എന്നുള്ളത്, ഇറ്റ്സ് ലൈക്ക് യങ് സിംഗിൾ വാസ് നോട്ട് കോൺഫിഡൻറ്റ് ടു ഫ്ലൈയിങ് എന്ന് പറയാൻ പറ്റുമോ? ഇറ്റ്സ് ലൈക്ക് ഫ്ലൈ, യു ജസ്റ്റ് ഹാവ് ടു കട്ട് ദിസ് ING ഫോം. Was confident to fly, പറക്കാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഹിസ് മദർ ഹു ഹെൽപ്ഡ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഹെൽപ്പ് എന്ന് പറയുന്നത് വി ആർ ഹാവിങ് ഓൾറെഡി V2 ഫോം, ഇറ്റ്സ് ഇൻ പാസ്റ്റ്. അപ്പോൾ ഇവിടെ പിന്നെ എങ്ങനെ, ഹൗ ക്യാൻ വി ജസ്റ്റ് പ്ലേസ് ദാറ്റ് ഇൻ പ്രസന്റ് ടെൻസ്? സോ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു പാസ്റ്റ്. സോ ഇറ്റ് വാസ് ഹിസ് മദർ. അപ്പോൾ അവൻ്റെ അമ്മയായിരുന്നു അവന് വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഒക്കെ നൽകിക്കൊണ്ടിരുന്നത്. ആൻഡ് അറ്റ്ലീസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഹു ഹെൽപ്ഡ് ഹിം അറ്റ്ലീസ്റ്റ്, അറ്റ്ലീസ്റ്റ് എന്നാണ് അവിടെ വരുന്നത്. ഏറ്റവും അവസാനം അവൻ്റെ അമ്മയാണ് അവനെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് അറ്റ് ലാസ്റ്റ്, not A, E should be cut, at last. And after make his flight, he realized his strength. So what will be the next one? After making his first flight, he realized his strength. Clear? All right. അപ്പോൾ ദാ നോക്കി നമുക്ക് അടുത്തയിലേക്ക് പോവാം. Write any 4 instructions. Again instructions ആണ്. Imagine the news of smallpox outbreak reach the crew of Radaganji and they are in panic, and Captain Hamble addresses the crew and gives the appropriate instructions. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇൻസ്ട്രക്ഷൻ? ഡോണ്ട് ഗെറ്റ് പാനിക്, ഇന്നതൊക്കെ നിങ്ങൾ ചെയ്യണം. യു ഹാവ് ടു ബി വെരി ലോയൽ ടു യുവർ passengers, and what all things you do, should you remain, how should you wear the dress, how should you put on your mask, your things, how should you treat your passengers എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. And that is what the instructions will be, and you have to write only 4 instructions. All right. Next one, okay. Comment on the aptness of the title gooseberries. എത്രത്തോളമാണ് gooseberries എന്നുള്ള ഒരു ടൈറ്റിൽ എത്രത്തോളം ആപ്റ്റ് ആണ്? ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ ഷോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരെണ്ണമായിരുന്നു ഗൂസ്ബെറീസിൻ്റെ ആ ഒരു ടൈറ്റിൽ. വാട്ട് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ് ദർ ഇൻ ദ ചാപ്റ്റർ ആൻഡ് വൈ ഈസ് ദിസ് ഗൂസ്ബെറീസ്? ആ ഗൂസ്ബെറീസിന് അവിടെ പ്രത്യേകിച്ച് പ്രാധാന്യം വരുന്നത് ഇറ്റ്സ് ടേസ്റ്റ്, it has got something in connection with the chapter. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ the appropriateness of the title should be mentioned. Then next comes, during the COVID-19 period, we relied on technology to great extent. Do you think technology is supported in your studies? How? Write 4 points. കോവിഡിൻ്റെ പീരീഡ് ഒക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു കംപ്ലീറ്റ്ലി. സ്റ്റിൽ വി ആർ ഡൂയിങ് ഓൺലൈൻ ക്ലാസ്സസ് അല്ലേ, വി ആർ സീയിങ് എ ലൈവ് ക്ലാസ്. അപ്പം വാട്ട് ഡു യു തിങ്ക്, ടെക്നോളജി എത്രത്തോളം സ്റ്റഡീസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹൗ? എങ്ങനെ? ഓൺലൈൻ ക്ലാസ്സസ് were there, മെറ്റീരിയൽ ഷെയറിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് യു ക്യാൻ കൺവേഴ്സ് വിത്ത് പീപ്പിൾ, യു ക്യാൻ ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്, ഓൾ ദീസ് തിങ്സ്, ആൻഡ് ഇൻസ്റ്റൻ്റ്ലി അപ്പം തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ആസ് 4 points. ഓക്കെ. The next comes, answer any 5 of the following. ഇവിടെ 5 എണ്ണത്തിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ 5 എണ്ണം ഏതെങ്കിലും എഴുതാം. ഓക്കെ. And it was the mother seagull who helped the young seagull to make the first flight. Were you supported by any of your family members when you faced a crisis? Narrate your experience. നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം, ഓൾമോസ്റ്റ് ഈ ഒരു എക്സ്പീരിയൻസ് സെയിം സിമിലർ സാധനം ഉണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ ആണ്, ചെറിയൊരു മാറ്റം മാത്രമേ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളൂ. നിങ്ങളെ നിങ്ങളുടെ പാരൻസും യങ് സീകളുടെ അമ്മ മദർ സീകൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പോലെ തന്നെ നിങ്ങളെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇല്ല എങ്കിലും യു ഹാവ് ടു ഇമാജിൻ ദാറ്റ്. ഓൾറൈറ്റ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് യു ഹാവ് ടു നറേറ്റ് ദാറ്റ് ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ്. നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ഒരു നറേഷൻ അല്ല എഴുതുന്നത്, യു ആർ നറേറ്റിംഗ് ദാറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങളാണ് നറേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. നിങ്ങളുടെ ലൈഫിൽ, അപ്പം എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് വെൻ ഐ ഗോട്ട് ദ ഹെൽപ്പ് ഓഫ് മൈ മദർ ഓർ ഓഫ് മൈ ഫാദർ ഓർ മൈ സിബ്ലിങ്സ് എന്ന് പറഞ്ഞിട്ട് വേണം യു ജസ്റ്റ് ഹാവ് ടു give it. It can either be your father, mother or other siblings, whoever there is in your family. Okay. പുറത്തുനിന്ന് ഒരാളുടെ കാര്യമല്ല ചോദിച്ചിട്ടുള്ളത്, ഇറ്റ്സ് അബൌട്ട് യുവർ ഫാമിലി മെമ്പേഴ്സ്.
പുറത്തുനിന്ന് ഒരാളുടെ കാര്യമായിരുന്നെങ്കിൽ we could have just written something like that, friends ഒക്കെ ഉണ്ടായേനെ. But it is clearly mentioned that as family members. അതുകൊണ്ട് തന്നെ it should be mentioned likewise. Okay, narrate your experience എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ narrate ചെയ്യുക. So it's a very simple one. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് എഴുതുന്നത്. You don't have to go for any of the chapters. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നിങ്ങൾക്ക് കത്തിയടിച്ച് അങ്ങോട്ട് വെക്കാം. Okay, then next comes അടുത്ത നോക്കിയേ. Imagine that the boy who shared his concerns with Dr. Kalam becomes a marine engineer. Later in his life, he sends an email to his friend detailing his meeting with Kalam. Draft a likely email. Again, it's an email from and to subject. Email ayukonde even if it is a friendly one or a non-friendly one, it should have that format. Adu already adil ulladana. Adonde thane email addresses should be given and the subject should be placed. A subject inde shesham what should be given? Subject inde shesham you have to produce your content. Avade the difference from a formal letter and an informal letter is that ആദ്യത്തെ ആ ഒരു മറ്റൊരു ഫോർമൽ തിങ് ഉണ്ടല്ലോ. ആദ്യം നമ്മൾ ഇൻഫോർമൽ ആണെങ്കിൽ വിച്ച് ഇസ് ആസ്കിങ് ഫോർ ദെയർ വെൽനെസ്. നിങ്ങൾ നന്നായിട്ടിരിക്കുന്നു, യു ഗുഡ്, ഹൗ യു ഡൂയിങ്, കുറേ ആയല്ലോ സംസാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വിൽ ബി ദർ ഫോർ ആൻ ഇൻഫോർമൽ ലെറ്റർ. അത് ദാറ്റ് വിൽ ബി ദർ ഇൻ എ ഇമെയിൽ ടു. ഇനി അതല്ല ഫോർമൽ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അവിടെ ഉണ്ടാവില്ല, വിൽ ബി കട്ടിങ് ഇറ്റ് ഓഫ്. ഇനി നെക്സ്റ്റ് കംസ് ദി വെരി നോർമൽ പാർട്ട്. ആ ഒരു നമ്മൾ മറ്റേ അബ്ദുൽ കലാമിനെ കണ്ടിട്ടുള്ള ആ ഒരു ലൈഫിനെ ആ ഒരു കാര്യത്തെ പറ്റി ഹീ ഈസ് ജസ്റ്റ് സെൻഡിങ് an email. അപ്പോൾ ആ ഒരു കാര്യമാണ് ഡിസ്ക്രൈബ് ചെയ്യുക. വാട്ട് ഓൾ തിങ്സ് വർ സോ ഇൻസ്പയറിംഗ് ഫോർ യു. ആ ഒരു കാര്യം യു വിൽ ബി ജസ്റ്റ് ഡിസ്ക്രൈബിംഗ് ദാറ്റ് ദർ ആൻഡ് യു വിൽ ബി ജസ്റ്റ് കൺക്ലൂഡിംഗ് ദാറ്റ്. നിങ്ങളുടെ പേര് വിത്ത് ലവ് എന്നൊക്കെ വെച്ചിട്ട് യു വിൽ ജസ്റ്റ് കൺക്ലൂഡ് ഇറ്റ്. ഓൾ റൈറ്റ്. So that is what we'll have to discuss. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഫോർമാറ്റ് ഓഫ് an email. Okay, so that's it about an email. ഇമെയിലിൻ്റെ അഡ്രസ് അതിൻ്റെ ഒരു ഫോമാറ്റാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. സോ ഐ എം നോട്ട് ഡീറ്റെയിലിംഗ് ഓൾ ദ തിങ്സ്. ചെറുതായിട്ട് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ എന്താണ് അതിൽ കൊടുക്കേണ്ട കോണ്ടന്റ് എന്നുള്ളത്. ബിക്കോസ് യു ഓൾറെഡി ന്യൂ ദാറ്റ് ദ മേജർ തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു ഗെറ്റ് ദ ഫോമാറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് when Mr. Gupta returns to India, he tells his sister about Maggie and her family. Write the likely conversation between Mr. Gupta and his sister. ഇപ്പോൾ ഇവിടെ നോക്കി, മിസ്റ്റർ ഗുപ്ത തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് മാഗീനെ കണ്ടുമുട്ടിയതും അവരുടെ അടുത്തുണ്ടായതുമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഹീ ഈസ് സേയിങ്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺവെർസേഷനിൽ ഡോണ്ട് ജസ്റ്റ് ഗോ ഫോർ ടു മച്ച് ഇൻഫോർമൽ വേർഡ്, ഹായ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, ഹൗ യു ഡൂയിങ് എന്നൊക്കെ ഉള്ളത് പരമാവധി ഒഴിവാക്കിയിട്ട് യു ക്യാൻ ജസ്റ്റ് ഡയറക്റ്റ്ലി ആദ്യത്തെ ഒരു 1-2 ഡയലോഗ്സിൽ ആ ഒരു കോൺവെർസേഷൻ ബിഗിനർ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകും. നമ്മുടെ മെയിൻ പോയിന്റ്സിലേക്ക് പെട്ടെന്ന് തന്നെ വരിക. കാരണം I have seen a girl like this and she was working there and she just wanted to use her intelligence. അവൾ ചെയ്യുന്ന വർക്കിൽ അവൾ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവൾക്ക് എപ്പോഴും she just wanted to be very clear about her, അല്ലെങ്കിൽ she just wanted to use her brain, ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നൊക്കെയായിരുന്നു അവർക്ക് ആഗ്രഹം. ആൻഡ് she was also super natural. ഇത്രയും എന്താണ് ഈ പറഞ്ഞ പോലെ ടെക്നോളജി അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി, she was like very superstitious, ഭയങ്കര അന്ധവിശ്വാസമൊക്കെ ഉള്ളതായിരുന്നു. ജസ്റ്റ് ബിക്കോസ് her brother was there in India. അപ്പം മരിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യു ഹാവ് ടു പ്രൊഡ്യൂസ് ദാറ്റ് വിത്ത് ഇൻ ദി കോൺവെർസേഷൻ. അപ്പം അതും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ആർ thorough with the story, ഇതൊന്നും doesn't matter you, and only thing that you have to concentrate is on the question framing. WH questions വെച്ചിട്ടാണോ അതോ are you just having with yes or no questions? ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് മാത്രം നോക്കിയാൽ മതി. ആൻഡ് ഇഫ് യു ആർ യൂസിങ് ക്വസ്റ്റ്യൻ ടാഗ്സ് ടു, അതിനും ആ ഒരു രീതിക്കുള്ള ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ആൻഡ് ക്വസ്റ്റ്യൻ എന്തോ ചോദിച്ച് ആൻസർ വേറെ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഡു ഗുഡ്. സോ ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ചുള്ള ആൻസേഴ്സ്, അതിനനുസരിച്ചുള്ള റിപ്ലൈസ് ഇറ്റ് ഷുഡ് ബി ദർ ഫ്രം ദി സിസ്റ്റേഴ്സ് പാർട്ട് ടു. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവർ ആൻസർ വിൽ ബി സൂപ്പർ ഗുഡ്. ഓക്കെ, then we'll go for the next one. You are the reporter of an English daily from Paris and prepare a report to be published in the newspaper about Le Hola's takeoff. So our hot air balloon takeoff ne pattittulla oru news report aanu. So consider that you are an editor, so you are a reporter. Appo endana, it's like a newspaper report. We just have written that many times, but still eppozhum namukku thetti povarulla oru sadhanana. It should have a title. ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കുക. ഒരു ടൈറ്റിൽ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് ദി സ്റ്റാഫ് റിപ്പോർട്ടേഴ്സ് നെയിം. ഓക്കെ, നെയിം ഓഫ് ദി സ്റ്റാഫ് റിപ്പോർട്ടർ. ആൻഡ് ദെൻ വി ഷുഡ് ഹാവ് ദിസ് വൺ.
place, at what place it's happening there in Paris, and then ബാക്കിയുള്ള അതിൻ്റെ ഫോമിലേക്ക് വരുമ്പോഴേക്കും the date should also be given somewhere, and then നമ്മൾ will start from here. നമ്മൾ കോണ്ടന്റ് എഴുതി തുടങ്ങും. ആ ഒരു കോണ്ടന്റിന്റെ ഭാഗത്ത് what all things should be placed, എന്തൊക്കെ അവിടെ പ്ലേസ് ചെയ്യാനുള്ളത്. In the content part, all the WH questions should be answered. അതായത് what, എന്താണ് നടക്കുന്നത്. It is about the take off of Lehorla. One WH question is already answered. Where is it happening, at which place it happening, Paris ആണ്, and when, early morning. And then why is it happening, അല്ലെങ്കിൽ who all are participating, കുറേ ആൾക്കാരുടെ പേരുകൾ അതിൽ വരുന്നുണ്ട്, and what is the reason why, and how is it happening. അതിൻ്റെ ഒരു entire process can also be just mentioned in this content part. Okay, so that is all what you have to include in this particular newspaper report. All right, അപ്പോൾ ആ ന്യൂസ്പേപ്പർ റിപ്പോർട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Title, reporter's name, place name, and these questions should be answered in the major part of this report. Okay, so that's about a report. Next we have a draft your presentation giving emphasis to proper rest and sleep. അപ്പോൾ അവിടെ നോക്കിയാൽ മറ്റേ നമ്മൾ ആ സ്ലീപ്പിനെ പറ്റി, ദ സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു പോയത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. You are one of the guest speakers of panel discussion organized by the health club of your school. And a topic of discussion is a sound mind is in a sound body. Draft your presentation giving emphasis to proper rest and sleep. അപ്പോൾ നിങ്ങളൊരു പാനൽ ഡിസ്കഷനിൽ യു ആർ സ്പീക്കിംഗ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സംഭവം, ഒരു പ്രസൻറ്റേഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണ്, നിങ്ങൾ കാര്യമായിട്ട് എഴുതി കുറിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് a speech, ഒരു സ്പീച്ച് പോലെ തന്നെയാണ്. യു വിൽ ബി ജസ്റ്റ് പ്രസന്റിങ് ഇറ്റ്. യു ഹാവ് ടു അഡ്രസ് എ പീപ്പിൾ ആൻഡ് ദ ടോപ്പിക് ഇസ് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ബോഡിയിൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾ ഭയങ്കര ടയേർഡായിട്ട്, ഐ മീൻ ബോഡിലി ഭയങ്കര ഫിസിക്കലി ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് യു വോണ്ട് ഹാവ് എനി ക്രിയേറ്റീവ് ഐഡിയാസ്. നിങ്ങളുടെ മൈൻഡും അതുപോലെ തന്നെ ഇറ്റ് വിൽ ഓൾസോ ബി വെരി ലേസി, ഇറ്റ് വിൽ നോട്ട് ബി വെരി ഹെൽത്തി. അപ്പോൾ ആ ഒരു കാര്യം, ആൻഡ് ഹൗ ഇസ് സ്ലീപ്പ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഹെൽത്തി ബോഡി അല്ലെങ്കിൽ എ സൗണ്ട് മൈൻഡ്. അപ്പോൾ അതിനെപ്പറ്റി യു ആർ പ്രസൻറ്റിങ് ഇറ്റ്. യു ക്യാൻ ജസ്റ്റ് ഡിവൈഡ് ദാറ്റ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കൊടുക്കാം. ദെൻ കംസ് ദി സെക്കൻഡ് സപ്ലിമെൻ്ററി പാരഗ്രാഫ്സ്. അവിടെ നിങ്ങൾ പറയുന്ന പോയിന്റിനെ സ്റ്റേറ്റ് ചെയ്യാനുള്ള സപ്പോർട്ടിംഗ് ഐഡിയാസ് വരുന്ന പാരഗ്രാഫുകളിൽ അവിടെ കൊടുക്കുക. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് യു ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് ഇറ്റ്. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വെച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് ഇറ്റ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമ്മുടെ കോണ്ടന്റ് ഭാഗത്ത് നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് ഗിവ് എക്സാമ്പിൾസ്. നിങ്ങൾക്ക് മറ്റേ റേഷ്യോസ് ഒക്കെ വെച്ചിട്ട് ഇത്ര മണിക്കൂർ തുടങ്ങുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഹി വിൽ ബി ജസ്റ്റ് ഏബിൾ ടു ഡു ദിസ് മച്ച് ഓഫ് തിങ്സ് ക്രിയേറ്റീവ്ലി, പോസിറ്റീവ്ലി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇഫ് യു ആർ ഏബിൾ ടു ഗെറ്റ് ഐഡിയാസ് അല്ലെങ്കിൽ റേഷ്യോസ് ഒക്കെ വെച്ചിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദാറ്റ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് like a speech. Next comes, it's also a letter. One of the supervisors of survivors of smallpox writes a letter of gratitude to Hassan after recovering from the illness completely. അപ്പോൾ നമ്മുടെ ഹസനാണ് നമ്മുടെ രണഗഞ്ചിയിൽ ഒരുപാട് ആൾക്കാരെ സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരാൾ ഹി ജസ്റ്റ് സർവൈവ്ഡ് ഫ്രം ഓൾ ദീസ് തിങ്സ്, അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ഒരു ലെറ്റർ എഴുതിയിട്ട് ഹി ഈസ് സെൻഡിങ് ദാറ്റ് ടു നമ്മുടെ ഹസൻ. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫ്രണ്ട്ലി ലെറ്റർ ആണ്, ഒരാളെ താങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ലെറ്റർ ആണ്. സോ ഇറ്റ് വോണ്ട് ബി ദാറ്റ് സോ ഫോർമൽ ബിക്കോസ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വർക്കർക്കാണ് അത് എഴുതുന്നത്. സോ ഇറ്റ് വിൽ ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഒരു നന്ദി പറയുന്ന, താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ ഒരു താങ്ക് യു പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ദ എൻറ്റയർ ലെറ്റർ വിൽ ഹാവ്. അപ്പം ആ ഒരു ലെറ്ററിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഹസൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ഇവർ ഓർക്കുന്നതായിട്ട്, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ we couldn't have just survived, നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുറച്ച് കാര്യങ്ങൾ അവർ ഓർത്തെഴുതുന്നതായിട്ടും കൊടുക്കാം. ആൻഡ് ദെൻ ദി എൻറ്റയർ അറ്റ്മോസ്ഫിയർ, അതിലെ മെയിൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓഫ് താങ്ക്സ് ഗിവിങ്, താങ്ക് യു, saying thank you or expressing gratitude. And it can almost be like in the format of a friendly letter, place the from address without name, then date, then comes the salutation part, dear Hasan എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുക, ഹൗ യു, ആർ യു ഡൂയിങ് വെൽ, വെർ ആർ യു നൗ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. ആൻഡ് ദെൻ യു ക്യാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, നിങ്ങൾ ഇന്ന ആളാണ്, ഐ വാസ് ഓൾസോ എ സർവൈവർ, ഐ വാസ് ഓൾസോ എ പാസഞ്ചർ ഇൻ ദാറ്റ് ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് കം ടു യുവർ പോയിന്റ് ഡയറക്ട്ലി. ഓക്കെ, സോ ഹോപ്പ് that one is also clear. I hope this one is also clear for you. That is also done. Next one is of 26 to 28. You have to answer any two of the following. Okay, it is an essay. Essay format already parno. But before writing an essay, please be very careful about what is the topic of the essay.
ടോപ്പിക് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ എസ്സേ എഴുതാൻ പോകാറുള്ളൂ. വെറുതെ ഗാന്ധി ഡ്രീംഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേക്കും തന്നെ ആൻഡ് ദെൻ ഗാന്ധി കെയിമാണ് അതിനകത്തുനിന്നുള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്നും അടിച്ച് എഴുതി വെച്ചേക്കാന്ന് വിചാരിക്കരുത്. ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ വെരി ക്ലിയർലി. Gandhi dreamt of an India which was free from intoxicating drinks and drugs. However, our youth is increasingly addicted to these, and what are the remedial measures required to create an awareness about this and build an India as dreamt by Gandhi? So it's almost like about addiction to drug, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. ആൻഡ് യു ഹാവ് ടു ഇൻകൾക്കേറ്റ് ദ ഐഡിയ ഓഫ് ഗാന്ധി. അപ്പം ഗാന്ധിജിയുടെ ഐഡിയ ഇന്നതൊക്കെയായിരുന്നു. ആൻഡ് വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ഡൺ ഇൻ ഓർഡർ ടു ഗെറ്റ് ബാക്ക് അവർ യൂത്ത് ഫ്രം ഓൾ ദീസ് അഡിക്ഷൻസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലേസ് ചെയ്യണം. അപ്പം ഇറ്റ് ഇസ് ഹാവിങ് എൻ എൻറ്റയർ ഐഡിയ. 3-4 ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പാരഗ്രാഫ്സ് ഫോം ചെയ്യാനുള്ള ഐഡിയാസ് ആയി. അപ്പോൾ തുടക്കത്തിൽ എസ്സേ ഷുഡ് ഹാവ് എ ടൈറ്റിൽ. ടൈറ്റിൽ ഇല്ലാണ്ട് ഒരു എസ്സേയും എഴുതരുത്, എഴുതാൻ നിൽക്കരുത്. ദെൻ നെക്സ്റ്റ് കംസ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. നിങ്ങൾ എന്തിനെ പറ്റിയാണോ പറയാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കംസ് ഇനി എന്താണ് ഒരു സബ് ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കണോ, യു കെൻ ജസ്റ്റ് ഗിവ് എറ്റ് സബ് ടൈറ്റിൽ. അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ, വാട്ട് ആർ ദ റെമഡിയൽ മെഷേഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൗ ഇസ് ഇന്ത്യ ഗെറ്റിംഗ് എഫക്റ്റഡ് ബൈ ഓൾ ദീസ് ഡ്രഗ്സ്, ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് എങ്ങനെയാണ് ഇന്ത്യനെ ബാധിക്കുന്നത്. ദെൻ ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസ് എങ്ങനെയൊക്കെയായിരുന്നു, ഹൗ ഗാന്ധി ഡ്രീംഡ്, എങ്ങനെയാണ് ഗാന്ധിജിയുടെ ഐഡിയാസുമായിട്ട് ഇത് ഓപ്പോസിറ്റ് കോൺട്രറി ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ദെൻ വാട്ട് ഓൾ റെമഡിയൽ മെഷേഴ്സ് ക്യാൻ ബി ഗിവൻ taken against all these things. ഇതെല്ലാം different paragraphs ആക്കിയിട്ട് you can place, and towards the end you can just give it as a conclusion. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് give the conclusion also. Okay, so that will be an absolutely good essay if you're placing all these points in a well arranged order. Okay, അപ്പം അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കംസ് നറേറ്റ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. For those who take traveling as a passion, to travel is to live. Do you think so? അപ്പം ചിലരൊക്കെ പറയാറുണ്ട് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുക എന്നൊക്കെ. ബട്ട് ഹിയർ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഡിഫറെൻറ്റ്. ടു ട്രാവൽ ഇസ് ടു ലിവ്. ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് അവരവരുടെ ജീവിതമായിട്ട് കണക്കാക്കുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഡു യു തിങ്ക് സോ? ആ പറയുന്നതിൽ വല്ല കഥയുണ്ടോ, ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് എ സേയിങ്? അത് വെറുതെ ആൾക്കാർ വെറുതെ തട്ടിക്കൂട്ടി വിടുന്ന ഒരു പരിപാടിയാണോ, അതോ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല, ട്രാവലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ദേ ആർ അബ്സല്യൂട്ട്ലി വിത്ത് ദിസ് ഒപ്പീനിയൻ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ഡു യു തിങ്ക് സോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ യുവർ ഓൺ ഒപ്പീനിയൻസ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണോ അതിനനുസരിച്ച് യു ക്യാൻ പ്ലേസ് യുവർ ഒപ്പീനിയൻ. ആൻഡ് ദെൻ അതിൻ്റെ ഒപ്പം വെറുതെ ഒപ്പീനിയൻ പ്ലേസ് ചെയ്താൽ പോരാ, നറേറ്റ് വൺ ഓഫ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ നിങ്ങളുടെ അടുത്ത് ട്രാവൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾമോസ്റ്റ് എക്സ്പെക്ട് അല്ലെങ്കിൽ മേക്ക് യുവർ ഒപ്പീനിയൻ ലൈക്ക് നല്ലതാണ്, ഈ പറഞ്ഞതൊക്കെ കാര്യമാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു മേക്ക് എ വെരി ഗുഡ് ട്രാവൽ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ യു വിൽ ഹാവ് ടു റിയാക്ട് ടു ഇറ്റ് ദി ക്വസ്റ്റ്യൻ പോസിറ്റീവ്ലി. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസും ജസ്റ്റ് പ്ലേസ് അലോങ് വിത്ത് ഇറ്റ്. ഓൾ റൈറ്റ്, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു വിത്ത് ഇറ്റ്. ആൻഡ് ഇറ്റ് ഈസ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ്. കണ്ടോര് പോയതല്ല, കണ്ടോര് പറഞ്ഞു കേട്ട ട്രാവൽ എക്സ്പീരിയൻസ് അല്ല. സോ യു ഹാവ് ടു മേക്ക് യുവർ ഓൺ ട്രാവൽ എക്സ്പീരിയൻസ് സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം എ വെരി മെമ്മറബിൾ, എ റിയൽ, എ ലൈവ്ലി വൺ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ട്രാവൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ യുവർ പ്ലേസ് ഷുഡ് ബി മെൻഷൻ, വാട്ട് ഓൾ വർ ദി കീ ഹൈലൈറ്റ്സ് ഓഫ് യുവർ പ്ലേസ്, ഓൾ ദീസ് തിങ്സ്, ആൻഡ് ഹൗ ഇസ് ദാറ്റ് ട്രാവൽ എഫക്റ്റിംഗ് യു, നിങ്ങളെ എങ്ങനെ അത് ബാധിച്ചു എന്നുള്ളതും ആ ഒരു ഡിസ്ക്രിപ്ഷൻ കേൾക്കുമ്പോഴേക്കും മനസ്സിലാവണം. ഓക്കെ, അല്ലാണ്ട് വെറുതെ മിയർലി ഞങ്ങൾ ഇവിടുന്ന് രാവിലെ പോയി 6 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ചയായപ്പോൾ ലഞ്ച് കഴിച്ചു, പിന്നെ ചായ ഉണ്ടായിരുന്നു, വൈകുന്നേരം ഡിന്നർ കഴിച്ചു, തിരിച്ചു വന്നു. ദാറ്റ്സ് നോട്ട് ദി ട്രാവൽ എക്സ്പീരിയൻസ് ദാറ്റ് യു വാണ്ടഡ് ടു ഷെയർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് വാട്ട് ഡു യു എക്സ്പീരിയൻസ് ത്രൂ ദാറ്റ്, നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് അവിടെ വേണ്ടത്. ഓക്കെ, ഹായ് അബിൻ, ഹലോ, ഹാവ് യു ട്രാവൽ ടു സംവെയർ എൽസ് റീസെൻ്റ്ലി, അതോ ഫുൾ ടൈം പഠിത്തമായിട്ടിരിക്കുകയായിരുന്നോ? യെസ്, അപ്പോൾ നിങ്ങളുടെ ട്രാവൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നറേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായതെന്ന് വിചാരിക്കുന്നു. സോ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. അപ്പോൾ നോക്കിയേ, നമ്മുടെ നെക്സ്റ്റ് it is the last question, a very simple one, 28th question ആണ്. നമ്മുടെ ഏറ്റവും അവസാനത്തെ വില്ലനായിട്ട് വരാറുള്ള ഒരു പരിപാടിയാണ്. ഒരു poem is given for you. അപ്പോൾ ആ പോയത്തിൽ what you have to do is എന്താ ചെയ്യേണ്ടത്? അപ്രീസിയേഷൻ. ഇനി കൂടുതൽ ഇനിയിപ്പോൾ ഉറക്കത്തിൽ എഴുതിപ്പിച്ചെടുത്താൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, +2 ഇംഗ്ലീഷ് പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ സേ ദാറ്റ് ഇറ്റ് ഇസ് അപ്രീസിയേഷൻ. ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത ഏതോ ഒരു പോയം കൊണ്ടുവന്നിട്ട് they asked us to write an appreciation. ശരിയല്ലേ? അപ്പോൾ നോക്കിയേ, അറ്റംപ്റ്റ് ക്രിട്ടിക്, ഇവിടെ ഒരു ഉപകാരം നിങ്ങൾക്ക് അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഗിവൻ പോയം ഓൺ ദ ഹറിക്കെയിൻ കത്രീന. ഏതാ കത്രീന? ഇസ് ഇറ്റ് കത്രീന കൈഫ്?
ഈ ഹറിക്കെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് ദിസ് ഹറിക്കെയിൻ? Can anyone say? Katrina എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. Is it Katrina Kaif? Or do you know any other Katrinas? Anyone? So hurricane പറഞ്ഞിട്ടുണ്ട്. It's almost like നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മറ്റേ ചുഴലിക്കാറ്റ് കൊടുക്കും ആ സാധനമില്ലേ, ആ കത്രീനയെ പറ്റിയിട്ടാണ് നോട്ട് ജസ്റ്റ് ആർ കത്രീന കേവ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ലാൻഡ് ഓഫ് മിസ്റ്ററി. അപ്പം അവിടെ നമുക്ക് ഒരു ഐഡിയ കിട്ടി, അതായത് എന്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു പോയം വരുന്നതെന്നുള്ളൊരു ഐഡിയ നമുക്ക് അവിടെ കിട്ടി. ലൈവ് അപ്പോൾ ആ ഒരു ചുഴലിക്കാറ്റിലുണ്ടായ കത്രീന, ആ ഒരു കാറ്റ് വിധിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്നൊരു ഐഡിയ കിട്ടി. സാധാരണ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താ, ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? വി ആർ നോട്ട് ഗെറ്റിംഗ് നോ ഐഡിയ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഇവിടെ നോക്കിയ ലാൻഡ് ഓഫ് മിസ്റ്ററി. On the eastern shore, she knocked on our door, then drifted away to the west, and she then turned north and steadily forth, with rage upon her crest. And she gathered force on a steady course to a land below the sea, too unaware or unprepared for such a tragedy, toppling of homes and shredding of domes, of a wind that relentlessly blow. All the terrain was flooded with rain when the lake did overflow, and then she passed, and none to fast. And this city beneath the sea, leaving this flood which carries a blood through a land of mystery. കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോണമെന്നില്ല, ബട്ട് സ്റ്റിൽ എന്നാലും കുറേയൊക്കെ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ. അവിടെ നോക്കിയേ, ഓൺ ദി ഈസ്റ്റേൺ ഷോർ ഷി നോക്ക്ഡ് ഓൺ ദി ഡോർ എന്ന് വെച്ചാൽ അവൾ വന്ന് ഡോറിൽ കൊട്ടിയിട്ട് വന്നു എന്നാണോ? നോ, ഇറ്റ് ഈസ് വേർ ദറ്റ് ഹറിക്കെയിൻ സ്റ്റാർട്ടഡ്. അവിടേക്കാണ് ആദ്യം വന്നത്, ഈസ്റ്റേൺ ഷോറിൽ വന്നിട്ടാണ് ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ദെൻ ഡ്രിഫ്റ്റഡ് ടു ദ വെസ്റ്റ്. അടുത്ത് ഈസ്റ്റേൺ ഷോറിൽ വന്ന് കയറി പതിയെ വെസ്റ്റിലേക്ക് പയ്യാൻ അങ്ങോട്ട് പിടിച്ചു. ദെൻ ഷി ടേൺഡ് നോർത്ത് ആൻഡ് സ്റ്റെഡിലി ഫോർത്ത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നോർത്തിലേക്ക് പിടിച്ചു. ആൻഡ് ദെൻ അഗൈൻ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. വിത്ത് റേജ് അപ്പോൺ ഹർ ക്രെസ്റ്റന്റ്. ഇറ്റ് വാസ് വെരി വയലന്റ്. ക്രെസ്റ്റന്റെ അടുത്ത് ഭയങ്കര റേജ്, ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി സ്ട്രോങ്, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആസ് ഷി ഗാദർഡ് ഫോഴ്സ് ഓൺ എ സ്റ്റഡി കോഴ്സ്. നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വാസ് വെരി സ്ട്രോങ്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി വാസ് ഇൻക്രീസിങ്. ആൻഡ് ടു എ ലാൻഡ് ബിലോ ദ സീ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിക്കുക, കടലിനടിയിലേക്കുള്ള ഭാഗത്തും ടു അനെവർ. ആൻഡ് ഇറ്റ് വാസ് എ പ്ലേസ് വിച്ച് വാസ് നോട്ട് അറ്റ് ഓൾ എക്സ്പെക്ടിങ് സംതിങ് വെരി ബിഗ് ലൈക്ക് ദിസ്. സുനാമി അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ നിന്ന് കയറി വരുന്ന ഒരു സുനാമി പോലൊരു സാധനമൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്ത് നിന്ന് ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ഫോർ സച്ച് എ ട്രാജഡി ഇറ്റ് ജസ്റ്റ് മെയ്ഡ് എ വെരി ബിഗ് ട്രാജഡി. അല്ലേ, ഒരു ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ഒരു സുനാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കുമോ? നോ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ റൂയിൻ ലൈഫ്സ് അല്ലേ. ടോപ്ലിംഗ് ഓഫ്, ഇപ്പം എന്തൊക്കെ സാധനങ്ങൾ നടന്നു? ടോപ്ലിംഗ് ഓഫ് ഹോംസ് ആൻഡ് ഷ്രെഡിംഗ് ഓഫ് ഡോംസ് ഓഫ് എ വിൻഡ് ദാറ്റ് relentlessly blow. എന്ത് സംഭവിച്ചു? ആ വന്ന കാറ്റിൽ ഒരുപാട് വീടുകളും ബിൽഡിങ്സും എവറിത്തിങ് ഗോട്ട് ഷാറ്റേർഡ്. ആൻഡ് ഭയങ്കര തീവ്രമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതിന് നത്തിങ് കുഡ് സ്റ്റോപ്പ് ദാറ്റ്. ആൻഡ് ഓൾ ദി ടെറൈൻ വാസ് ഫ്ലഡഡ് വിത്ത് റെയിൻ. അപ്പം നല്ല മഴയുണ്ട്, ഫുൾ വെള്ളം. ആൻഡ് വെൻ ദ ലേക്ക് ഡിഡ് ഓവർഫ്ലോ, കായലുകളും പുഴകളും ഒക്കെ ഓവർഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ദെൻ ഷീ പാസ്ഡ്, നൺ ടു ഫാസ്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റ് പാസ്. ബട്ട് ആ ഒരു ടൈമിൽ അത്ര വേഗത്തിലൊന്നും അല്ല തിരിച്ചു പോയത്. ബട്ട് ആ ഒരു സമയം ആയപ്പോഴേക്കും തന്നെ ഇറ്റ് ജസ്റ്റ് ഹവ് ഡിസ്ട്രോയ്ഡ് ഓൾമോസ്റ്റ് എവറിഥിങ്. And this city beneath the sea, leaving this flood which carries a blood through the land of mystery. And this has turned, idu vanna land, it has turned a land of mystery, and it is now full of the blood of people, and it is now under the sea. It is almost like it is getting sunk. Okay, അപ്പോൾ ഒന്നൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ മീനിങ്സ്, റൈറ്റ്? അപ്പം ഞാനൊന്ന് വായിച്ച് നോക്കിയപ്പോഴല്ലേ നമുക്ക് വി ജസ്റ്റ് ഗോട്ട് ദ മീനിങ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ജസ്റ്റ് ബിഗിൻ വിത്ത് അപ്രിസിയേഷൻ ആണ് ടൈറ്റിൽ കൊടുക്കുക. Begin with the poem. Who is the author? This is an anonymous order. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ആരെ എഴുതിയിട്ടുള്ളതെന്ന്. സോ ജസ്റ്റ് ഡിസ്ക്രൈബ് ദി തീം. തീം ഇത് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ഹറിക്കെയിൻ ദറ്റ് ഹാപ്പൻഡ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ പ്ലേസ് ചെയ്യുക. ദെൻ വാട്ട് കംസ് നെക്സ്റ്റ്? അടുത്ത എന്താ വരുന്നത്? കത്രീനെ പറ്റി പറഞ്ഞു. ഇനി വാട്ട് ഓൾ തിങ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ദർ. ഈ ഒരു അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോഴേക്കും എന്തൊക്കെയാണ് പാരഗ്രാഫിൽ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്, ഈ ഒരു സ്റ്റാൻസിലൊക്കെ എന്താ പറയുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് ഇറ്റ്. ആൻഡ് ദെൻ ടുവേർഡ്സ് ദി നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫിലേക്കൊക്കെ വരുമ്പോഴേക്കും ഇഫ് യു ക്യാൻ ജസ്റ്റ് ലൈക്ക് ഷി ടേൺഡ് ഹെർ നോർത്ത്. ഇവിടെ ഷീ എന്നൊക്കെ പറയുന്നത് യു ക്യാൻ ലെസ് ഗിവ് ഇറ്റ് എസ് പേഴ്സണിഫിക്കേഷൻ അല്ലേ. ആ എൻറ്റയർ ഹറിക്കെയിനെ ഇവിടെ ഫുൾ പേഴ്സണിഫൈഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ പോയറ്റിക് ഡിവൈസസ് ക്യാൻ ബി മെൻഷൻഡ്, റൈം സ്കീം, വാട്ട് ഇസ് എ ടോൺ, ഇസ് ഇറ്റ് എ വയലന്റ് വൺ, ഇസ് ഇറ്റ് എ കാം വൺ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ ജസ്റ്റ് പ്ലേസ് ടുവേർഡ്സ് ദി ലാസ്റ്റ് ഓഫ് ദി സ്റ്റാൻസ. And finally, towards the end, just give a conclusion. Okay, so that is all about the poem. Hope this one is clear for you. അതിൻ്റെ കൂടുതൽ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് കൊടുക്കാം.
as if we are experiencing a lot of ഡിസാസ്റ്റേഴ്സ്, പല എക്സ്പീരിയൻസസുകൾ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ യു കെൻ ജസ്റ്റ് ഇൻക്ലൂഡ് യുവർ ഒപ്പീനിയൻസ് ഓൾസോ. ആൻഡ് ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് അവർ both the question papers. Hope this was really useful for you. അപ്പം ജസ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യം, ഫ്രീക്വൻ്റ്ലി ആസ്ഡ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് അബൌട്ട് ഗുപ്താസ് ചാപ്റ്റർ, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിനകത്ത് വന്നിട്ടുള്ളത്, സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ചാപ്റ്റർ, ആൻഡ് ദെൻ ഗാന്ധി കെയിം, ആൻഡ് ദെൻ വി ഹാവ് ദി chapters, the first chapter, first flight, Abdul Kalam's chapter, everything is there, but still frequently asked questions വരുന്ന chapters you have to concentrate more. ഓക്കെ, അപ്പം നമ്മൾ 2 പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തു, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. പിന്നെ അത് കൂടാണ്ട് നിങ്ങൾ ഭയങ്കര ഷുവർ ആയിട്ട് ഇരിക്കേണ്ടത് ഇറ്റ് ഈസ് ലൈക്ക് ഇഫ് ക്ലോസ്, എങ്ങനെയാണ് നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഡൂസ് ആൻഡ് ഡോൺസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇത്രയും കാര്യങ്ങൾ ഇഫ് യു ആർ റിയലി തറോ വിത്ത് ഓൾ ദീസ് തിങ്സ്, ഇതിനൊക്കെ എന്തൊക്കെ ചെയ്യണം, ആ പൊടിക്കൈകൾ കയ്യിലുണ്ടെങ്കിൽ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദി ഫോമാറ്റ്സ്, ഫോർമുലാസ് എക്സെട്ര, ആ ഒരു കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി thoroughly ഈസി ഫോർ യു ടു റൈറ്റ് ദി എക്സാംസ്. ഡോൺ പാനിക്, ആകപ്പാടെ പറയാനുള്ള ഒരു കാര്യം, ഡോൺ ജസ്റ്റ് പാനിക്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അറിയുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ദിസ് ഇസ് നോട്ട് ദി എൻഡ്. നിങ്ങൾക്ക് യു ഹാവ് ഗോട്ട് ടൈം ടു സ്റ്റഡി, യു ഹാവ് ഗോട്ട് ടൈം ടു പ്രിപ്പയർ. ആൻഡ് എക്സാമിന് തലേ ദിവസം ഡോൺ ജസ്റ്റ് ഗോ ഫോർ റീഡിങ്. നേരത്തെ ചോദിച്ച പോലെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാഠം വിട്ട് കളഞ്ഞാൽ എന്താ എന്നൊന്നും വിചാരിച്ചിട്ട് ഡോൺ ജസ്റ്റ് ഗോ ഫോർ ദി എൻറ്റയർ ചാപ്റ്റർ ടു റീഡ്. ദാറ്റ് ഇസ് വൈ ഓൾവേസ് സജസ്റ്റ് യു ടു പ്രിപ്പയർ നോട്ട്സ്. നമ്മൾ ഇതിന് മുന്നേ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഈസി ഫോർ യു ടു ഗോ ത്രൂ ദി നോട്ട്സ് ബിഫോർ ദി എക്സാം. തലേ ദിവസം ഇരുന്ന് ആ വലിയ ബുക്ക് ഇരുന്ന് ഫുള്ള് മറച്ചു വെക്കും, എവിടെയാണ് എന്താ നോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പോലും ഓർമ്മയുണ്ടാവില്ല. സോ ട്രൈ ടു പ്രിപ്പയർ നോട്ട്സ് ഫോർ ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സ് ദാറ്റ് യു ഗോ. Not only for English, for all the subjects, please do go for this tip of note making. It is absolutely useful. And please do all the necessary revisions. ഒരുപാട് ടെൻഷൻ ഒന്നും അടിച്ച് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. So that is all about today's video. അപ്പം ഇത്രയും 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. Just go through the video once more if you have any more doubts. And hope it was helpful for you. So I would be concluding. So see you in the next video. Bye-bye.